എഫെസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ, എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും. ആരാണ് ആക്കിയത്? ദൈവം. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ആരാക്കി? പ്രവാചകന്മാരായും. അടുത്ത ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ആരാക്കി? ഇടയന്മാരായും. അടുത്ത ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അടുത്ത അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള. എന്തിനാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്? എന്തിനാണ് ഈ അഭിഷേകം തന്ന് അപ്പോസ്തലന്മാരാക്കി, പ്രവാചകന്മാരാക്കി, ഇടയന്മാരാക്കി? ദൈവത്തിന്റെ കൃപ നമുക്ക് എന്തിനാണ് തരുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. ഒന്നുകൂടെ വായിച്ച വരി. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. കണ്ടോ, പ്രായത്തിന്റെ അളവിനാണ് ദൈവം എന്ത് തരുന്നത്? ദൈവത്തിന്റെ കൃപ തരുന്നത്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സഭയ്ക്കകത്ത് ദൈവമാക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരു പൈതലിനെ ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറയ്ക്കാൻ. മനസ്സിലായോ? ദൈവവചനം കൊടുത്ത്, സത്യ ഉപദേശം കൊടുത്ത്, സത്യവചനം കൊടുത്ത്, വചനത്തിലൂടെ ഒരു വ്യക്തിയെ കർത്താവിനോട് അടുപ്പിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്ന്, മനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന്, സ്നാനത്തിലേക്ക് കൊണ്ടുവന്ന്, അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്ന്, വചനത്തിലൂടെ അവരെ നടത്തി, അവരെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഒത്ത ഒരു മണവാട്ടിയാക്കി. എങ്ങനെ ഒത്ത ഒരു മണവാട്ടിയാക്കി, തികവുള്ള കറയില്ലാത്ത, വാട്ടമില്ലാത്ത, ചുളുക്കമില്ലാത്ത ഒരു മണവാട്ടിയാക്കി നിർത്താനാണ് അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക്, ഇടയന്മാർക്ക് ദൈവം കൃപാവരങ്ങളെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം എന്തിനാണ് കൃപ തരുന്നത്? സ്വത്രം. എന്തിനാണ് കൃപ തരുന്നത്? ഒന്ന്, സ്വത്രം. നമുക്ക് പകർന്നിരിക്കുന്ന കൃപ ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നമ്മൾ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ, പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കാൻ, പാപത്തെ ജയിക്കാൻ, ദുഷ്ടനെ തിരിച്ചറിയാൻ, അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ തകർത്ത് ഓരോ സെക്കൻഡും ആത്മാവിൽ ജ്വലിച്ച് ഒരു തീയായി പോകാൻ. എങ്ങനെ പാപത്തിന് തൊടാൻ പറ്റാത്ത ഒരു തീയായി പോകാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു തീയായി പുറപ്പെടാൻ. എന്തിനു വേണ്ടി? ഒരു തീയായി. അതിനു വേണ്ടിയാണ് നമുക്ക് ദൈവം അഭിഷേകം തന്നിരിക്കുന്നത്. നമ്മൾ പാപത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ഇരുട്ടിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, അന്ധകാര ശക്തികളെ ജയിച്ച്, ദുർഭൂതങ്ങളെ ജയിച്ച്, അവയെ തകർത്ത് മാറ്റി ആത്മാവിന്റെ നിറവോടെ ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ് പാപത്തെ ജയിച്ച് ഒരു വിശുദ്ധ മണവാട്ടിയായി കർത്താവിന്റെ വരവിൽ എങ്ങനെ ഇരിക്കണം? ഒത്ത മണവാളിന് എങ്ങനെ ഇരിക്കണം? മണവാട്ടി എങ്ങനെ ഇരിക്കണം? ഒത്തിരിക്കണം. അല്ലേ? ആണോ? അല്ലേ? സ്വത്രം. മണവാണ്. ഇപ്പോൾ വിഭാഗം നോക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാം അതേ പിടിക്കും. നിങ്ങൾ വേറെ ആരും, ഈ പള്ളിക്കകത്തുള്ള ആരും ഞാൻ പറയല്ലോ. ഇത് പറയണമെങ്കിൽ എനിക്കത് പിടിച്ചേ പറ്റൂ. സ്വത്രം. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ, പണ്ടൊക്കെ അത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, കാണുമായിരിക്കും. സ്വത്രം. പോകുമ്പോൾ അവൻ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അപ്പുറത്തൂടെ ഉള്ളതേ അവൻ നോക്കൂല്ലേ? അവളും അങ്ങനെയല്ലേ നോക്കത്തുള്ളൂ? അങ്ങനെ നോക്കൂ. അവൾ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അപ്പുറത്തൂടെ ഉള്ളതേ നോക്കൂ. അങ്ങനെയെങ്കിൽ രാജാതി രാജാവ് നോക്കുന്ന പെൺകുട്ടി എങ്ങനെ ഇരിക്കും? പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര അങ്ങേ തിരിഞ്ഞി ലോകയാത്ര ചാരന്മാരെ വാരിക്കുന്നു ഈ മണ്ണെ പ്രതി മാണിക്കരിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട്
ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി കൃപ ഓഹോ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ ഒരു സുന്ദരനാണെങ്കിൽ അവൻ നോക്കി നടന്ന ഒരു സുന്ദരിയായി പെണ്ണിനെ കെട്ടത്തുള്ളൂ. അവള് സുന്ദരിയാണെങ്കിൽ അവക്കൊത്ത നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വത്രം ബയോഡേറ്റ കണ്ടിട്ടില്ലേ? മാരേജ് ബയോഡേറ്റ. അത് എനിക്ക് ഇത്ര പഠിത്തമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആളാണ്, എനിക്ക് അതുപോലത്തെ ഒരാളിനെ കണ്ടിട്ടില്ലേ വേണം. ഒത്ത ഒരാളിനെ എന്താ പറയുന്നത്? എൻ്റെ കൂടെ നടന്നാൽ, അയാളെ കണ്ടാൽ ഒരു യോഗ്യത ഈ ലോകത്തിലെ കാര്യമാണ് പറയൂലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഊനവും ഇല്ലാത്ത മണവാളൻ വിവാഹം കഴിക്കുന്ന ആരെയായിരിക്കും? ഊനമില്ലാത്തൊരു മണവാട്ടിയെ. ഓ ജീസസ് ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഊനമില്ലാത്ത ഒരുവൻ അതാരാ? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശു ക്രിസ്തു വിവാഹം കഴിക്കുന്നത് ഊനമില്ലാത്ത ഒരു മണവാട്ടിയായിരിക്കും. അങ്ങനെയുള്ള മണവാട്ടികളെ ഒരുക്കാനാണ് ഏത്? സഭ. അങ്ങനെ ഒരു മണവാട്ടിയായി മാറാനാണ് ദൈവം കൃപകൾ തരുന്നത്, വരങ്ങൾ തരുന്നത്, അഭിഷേകം തരുന്നത്. മാത്രമല്ല നമ്മുടെ മേൽ കൃപ പകർന്നിട്ട് ആ കൃപ മറ്റുള്ളവർക്കും പകർന്ന് അവരെയും കൂടെ ഈ മണവാട്ടിയിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. വായിച്ചേ, എഫേസ്യർ 1 വായിച്ചേ. ആഴമായ തിരുവചനങ്ങൾ ശ്രദ്ധിക്കണമേ. വായിച്ചേ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശുശ്രൂഷയുടെ വേലയ്ക്കും അടുത്ത ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അടുത്ത അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും എന്ന് പറഞ്ഞാൽ എന്തോന്ന് അർത്ഥം? പരിശുദ്ധാത്മാവ് തരുന്നത്, എൻ്റെ അപ്പ എൻ്റെ യേശുപ്പതി എൻ്റെ അകത്ത് നിറയുന്നത് വേറെ ഒന്നിനുമല്ല, ഒന്ന് എൻ്റെ അപ്പനെ പോലെ എന്നെ ആക്കാൻ, അപ്പനൊത്ത മണവാട്ടിയാക്കി. പരിശുദ്ധാത്മാവ് എന്തിനാ തരുന്നത്? ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും പറയണം. പരിശുദ്ധാത്മാവ് എന്തിനാ നമുക്ക് തരുന്നത്? ഒന്ന്, അപ്പന് യോഗ്യതയുള്ള ഒരു മണവാട്ടിയാക്കി, വാട്ടവും ചുളുക്കവും ഇല്ലാത്ത ഒരാളാക്കി മാറണമെങ്കിൽ ആത്മാവ് വരണം. അങ്ങനെ ഉള്ള ഒരു ആത്മാവ് വരണം. അങ്ങനെ ഒരു ആത്മാവുണ്ട്, പരിശുദ്ധ ആത്മാവ്. ഓ ജീസസ്. ആ ആത്മാവ് നമ്മുടെ അകത്ത് വരുന്നത്, ആ മണവാളൻ വരുമ്പോൾ ആ മണവാളൻ ഒത്ത ഒരു മണവാട്ടിയാക്കി എന്നെ നിങ്ങളെ മാറ്റാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലാതെ പേരിനല്ല, പ്രശസ്തിക്കല്ല, ഞാൻ അത്ഭുത ഇന്ന ആളാണെന്ന് പറയാനല്ല ദൈവം കൃപാവരം തരുന്നത്. ഓ എനിക്ക് ഇന്നത് ചെയ്യാനുള്ള ശക്തിയും ബലം ഉണ്ടെന്ന ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് തന്ന കൃപാവരങ്ങളെ പ്രദർശിപ്പിക്കാനല്ല ദൈവം എനിക്ക് കൃപാവരം തരുന്നത്. ഒന്ന്, ഊനമില്ലാത്ത മണവാളനാകുന്ന ക്രിസ്തു യേശുവിൻ്റെ ഒരു മണവാട്ടിയായി, ക്രിസ്തുവിൽ തികഞ്ഞ ഒരാളായി, കർത്താവിൻ്റെ വരവിൽ കാത്തു നിൽക്കുന്ന ഒരാളാക്കി മാറ്റാം. എന്തിനു വേണ്ടി? കാത്ത് നിൽക്കുന്ന ഒരാളാക്കി. എങ്ങനെ കാത്തിരിക്കുന്നതല്ല, കാത്തിരിക്കും. വിശുദ്ധരെല്ലാം കഴുകന്മാരെ പോലെ ഹേമിക്കും, മധ്യാകാശ മണിയറയിൽ കാന്തനുമായി വേളി ചെയ്യും. പക്ഷെ കാത്ത് നിൽക്കുന്നവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ. അവിടെ ഇരിക്കുകയല്ല, നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഇരിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, എനിക്കിപ്പോൾ ഇറങ്ങണം,
പറയത്തില്ലേ? നമ്മളെന്തെന്ന് പറയുന്നത്, എവിടെയെങ്കിലും പോയാൽ നമ്മളോട് പറയും, ആ സിസ്റ്റർ കയറിയിരിക്കാം. അപ്പം ഞാൻ പറയില്ല, ഇരിക്കുന്നില്ല, ഇരിക്കാം, ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറയില്ല സിസ്റ്ററെ, സമയമില്ല, നീ പറയണം. ഉണ്ടോ? അർത്ഥം എന്താ? ഞാൻ തിടുക്കത്തിലാണ്. ഒരു മണവാട്ടിക്ക് ഈ തിടുക്കമുള്ളൂ. ഓ, ഒരു മണവാട്ടിക്ക് തൻ്റെ പ്രിയനോടുള്ള ഒരു തിടുക്കമുള്ളൂ. എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. മണവാട്ടിക്ക് മാത്രമേ തിടുക്കമുള്ളൂ സഹോദരങ്ങളെ. ബാക്കിയുള്ള ആർക്കും തിടുക്കമില്ല. അവരെല്ലാം ചെയ്യുമെങ്കിലും തിടുക്കമില്ല. ഇന്ന് എത്ര പേർക്ക് തിടുക്കമുണ്ട്? ഹല്ലേലൂയ. തിടുക്കമുള്ളവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. തിടുക്കമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, അഭിഷേകം ദൈവം നമുക്ക് തരുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ. കർത്താവ് രണ്ടാമത് അഭിഷേകം തരുന്നത് മറ്റൊന്നിനുമല്ല, നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി, ദൈവം തരുന്ന ശക്തി കൊണ്ട് മറ്റുള്ളവരെ കൂടെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച് അവരെ കൂടെ മണവാട്ടികളാക്കി മാറ്റാൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓഹോ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ കന്മലയായവരെ എന്നെ കാക്കും ദൈവം നീരേ. എന്റെ കന്മലയായവരെ എന്നെ കാക്കും ദൈവം നീരേ. ബലവും മഹിമയും നിറഞ്ഞവരെ എന്നുമെന്നും സ്തുതി നിനക്ക്. ബലവും മഹിമയും നിറഞ്ഞവരെ എന്നുമെന്നും സ്തുതി ഉമക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ. അഭിഷേകം എന്തിനാ നമുക്ക് തന്നെ? അഭിഷേകം എന്തിനാ തന്നെ? ഒന്ന്, ക്രിസ്തുവിന്റെ വരവിൽ എന്നെ മണവാട്ടിയാക്കി, ഊനമില്ലാത്ത ഒരാളാക്കി, കർത്താവ് വിളിക്കുമ്പോൾ തന്നെ കയറി ചെല്ലുന്ന ഒരാളാക്കി മാറ്റാനാണ് എനിക്ക് എന്ത് തരുന്നത്? അഭിഷേകം തരുന്നത്. രണ്ട്, എനിക്ക് അഭിഷേകം തരുന്നത് എന്നെ വിടുവിച്ച ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ച് അവരെയും കൂടെ ഈ മണവാട്ടിയെ വർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടെ കർത്താവിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ, അവരെയും കൂടെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു, അഭിഷേകത്തെ തരുന്നു. രണ്ട് കാര്യങ്ങളാണ് അഭിഷേകം നമുക്ക് തരാൻ ദൈവത്തിന് കാരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ ചോദിക്കട്ടെ, ഈ അഭിഷേകം പ്രാപിച്ച് എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? എനിക്ക് തന്നിരിക്കുന്നത് തികവുള്ള ഒരൊറ്റ മണവാട്ടിയായി മാറാനാണ്. പക്ഷേ എൻ്റെ കർത്താവേ, എനിക്ക് ആ അറിവില്ലായിരുന്നു. പക്ഷേ ഇന്നു മുതൽ എനിക്ക് കർത്താവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ. എനിക്കൊരൊറ്റ മണവാട്ടിയായി മാറണം. മാത്രമല്ല, എനിക്ക് തന്ന അഭിഷേകം മറ്റുള്ളവരും കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കതായി കർത്താവെ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ പരിശുദ്ധാത്മാവേ എന്നിൽ അങ്ങ് നിറയുമെന്ന് പറയാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊന്നിനുമല്ല ദൈവം തരുന്നത്. നോക്കിയേ,
കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുല്ലേ, പരിശുദ്ധാത്മാവ് കരം വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാപിക്കുന്നത് കണ്ടപ്പോൾ സ്വത്രം ഒരുത്തൻ വന്ന് പറഞ്ഞു, എനിക്കും ഈ അധികാരം വേണമെന്ന് ഒരു പണം ഒരു കുറേ നോട്ടും പണം കൊണ്ടുവന്നുല്ലേ. സ്വത്രം എന്താ സംഭവിച്ചേ? അപ്പോൾ ഇത് പണത്തിന് വിൽക്കാൻ പറ്റുന്നതല്ല, പേരിനുള്ളതല്ല, പേര് സമ്പാദിക്കാനുള്ളതല്ല അഭിഷേകം, പിന്നെ പ്രശസ്തിക്കുള്ളതല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം നേടാനല്ല ഈ അഭിഷേകം. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അഭിഷേകം എന്തിനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പലയിടത്തും വെപ്രാളപ്പെടാറുണ്ട്. എന്നാൽ സ്തോത്രം ധൈര്യത്തോടെ പറയണം, അഭിഷേകം മറ്റൊന്നിനുമല്ല, എന്നെ ക്രിസ്തുവിൽ തികഞ്ഞ ഒരാളാക്കാനും, രണ്ടാമത് ഞാൻ പ്രാപിച്ച അഭിഷേകം മറ്റുള്ളവരേക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൂടെ യേശുവിലേക്ക് കൊണ്ടുവരാനാണ് എൻ്റെ ദൈവം എൻ്റെ മേലും നിങ്ങളുടെ മേലും അഭിഷേകം തന്നിരിക്കുന്നത്. ഓരോ ദിവസവും അഭിഷേകത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിൽ തികഞ്ഞവരായി, എങ്ങനെ വരണം? ക്രിസ്തുവിൽ തികഞ്ഞവരായി, ഊനമില്ലാത്തൊരു മണവാട്ടിയായി പുറത്തു വരണം. നമ്മുടെ മണവാളൻ വലിയവനത്രേ. മണവാളനാകുന്ന ക്രിസ്തു യേശു പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങളോടുകൂടെ പാർക്കാൻ ഇഷ്ടമുണ്ട്. അങ്ങനെ എന്നോടുകൂടെ പാർക്കാൻ എൻ്റെ അപ്പൻ ഇഷ്ടമുണ്ട്. പക്ഷെ എന്നോടുകൂടെ പാർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നമുക്കുള്ളതെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. എത്ര പേർക്ക് മനസ്സിലായി? യേശു പറയുന്നത് കർത്താവിൻ്റെ ആഗ്രഹം എന്നോടുകൂടെ താമസിക്കാനാണ്. ആരോടുകൂടെ? എന്നോടുകൂടെ. പക്ഷേ ഏദൻ തോട്ടത്തിനകത്ത് ആദമിനോടും ഹവ്വയോടും കൂടെ ദൈവം താമസിച്ചു. പിന്നത്തേതിൽ പറഞ്ഞു, നിങ്ങളോടുകൂടെ എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പാപം ചെയ്തു, അതാ കാര്യം. അപ്പൊ കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കണം, മക്കളെ, എനിക്ക് നിന്നോടുകൂടെ പാർക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ പാർക്കാൻ പറ്റുന്നില്ല, കാരണം നിന്റെ പാപമാണ്. കണ്ടോ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ വന്നാൽ ആര് നമ്മുടെ കൂടെ പാർക്കും? നമുക്ക് കർത്താവ് സ്തോത്രം, കർത്താവ് പറഞ്ഞുല്ലേ, കർത്താവ് വേഗത്തിൽ വരുമെന്ന് പറഞ്ഞുല്ലേ. തെസ്സലോനിക്കർ ലേഖനം 4:1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ. അപ്പൊ രഹസ്യവരവിൽ അടക്കപ്പെട്ടതിൽ ആരാണ് ആദ്യം ഉയർക്കുന്നത്? ക്രിസ്തുവിനോട് കൂടി ജീവിച്ച് മണവാട്ടിയായി ജീവിച്ച് മരിച്ചടക്കപ്പെട്ടവരാണ് ഉയർക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലായി. ഈ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ ചിലർ ചോദിക്കൂലേ, പള്ളി പോയിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കൂലേ, അല്ലേ? ചോദിക്കത്തില്ലേ? ചോദിക്കും. സ്തോത്രം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഏത് മനുഷ്യനും രോഗമുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ, ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവും, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ പെന്തക്കോസുകാർക്ക് രോഗമുണ്ട്, RC-ക്കാർക്ക് രോഗമുണ്ട്, CSA-ക്കാർക്കും അസുഖമുണ്ട്, മുസ്ലിം സഹോദരങ്ങൾക്കും അസുഖമുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾക്ക് അസുഖമുണ്ട്, എല്ലാവർക്കും അസുഖമുണ്ട്. സ്തോത്രം. അടുത്ത് കേട്ടോ, എല്ലാവർക്കും മരണമുണ്ട്, എല്ലാവർക്കും കഷ്ടതയുണ്ട്, എല്ലാവർക്കും പ്രയാസമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന്. ഇനി വേദോസ്തവം നോക്കാം. അതങ്ങനെ മറക്കരുത്, അകത്ത് കിടക്കണം. വേദോസ്തവം നോക്കുമ്പോൾ ഒരുപാട് പേര് മരിച്ചുല്ലേ. ലാസർ മരിച്ചില്ലേ? മരിച്ചു. യായിറോസിന്റെ മകൾ മരിച്ചില്ലേ? മരിച്ചു. അമ്മയുടെ ഏകജനൻ മരിച്ചില്ലേ? മരിച്ചു. യേശു ഇവിടെയൊക്കെ ചെന്നിട്ട് തൊട്ട് എഴുന്നേൽപ്പിച്ചു. യേശു കർത്താവ് മരിച്ചപ്പോൾ കല്ലറകൾ പൊട്ടി തുറന്നു അല്ലേ? അവിടെ കുറേ എണ്ണം എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു. അവരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? യേശു ഉയർപ്പിച്ചവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? പറ. ഇല്ല. അർത്ഥം എന്താ? യേശു ഉയർപ്പിച്ചാൽ അവർക്കൊരു മരണമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എങ്കിൽ പിന്നെ ഇപ്പോൾ 2000 ഇത്രയും വർഷം ആദമിൻ്റെ കാലം ഒന്ന് നോക്കിയേ, ഇങ്ങോട്ട് യേശു അപ്പച്ചൻ അല്ലെങ്കിൽ പോട്ടെ 2000 വർഷം കൊണ്ട് നോക്കിയേ. 2000 വർഷം വയസ്സുള്ള ആരുണ്ട് ഈ ഭൂമിയിൽ? നോക്കിയേ, ശ്രദ്ധിച്ചോ? യേശു ക്രിസ്തു ഉയർപ്പിച്ച ആളാണ് ആര്? ലാസർ ഇപ്പോൾ മരിക്കാതിരുന്നെങ്കിൽ, ഇപ്പോഴും അയാൾ ജീവിച്ചിരുന്നെങ്കിൽ 2000 വയസ്സ് കഴിയൂലേ? അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ടോ? 2000 വയസ്സ് കഴിഞ്ഞ ആളുണ്ടോ? അർത്ഥം എന്താ? യേശു ഉയർപ്പിച്ച ലാസറും യേശു ഉയർപ്പിച്ച് മഞ്ചം തൊട്ട് എണീപ്പിച്ച ആ മകനും പിന്നെ യായിറോസിന്റെ മകളും ഇനി ആ കല്ലറകൾ പൊട്ടിത്തുറന്ന് എഴുന്നേറ്റ് വന്നവരും എന്ത് ചെയ്തു? മരിച്ചു. കർത്താവ് ഉയർപ്പിച്ചവർ മരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? മരിച്ചേ തീരും. ഒരു മരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ, അപ്പോൾ പള്ളിയിൽ വന്നാലും യേശുവിനെ കണ്ടുമുട്ടിയാലും ഇതൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം ഉണ്ട്.
പിന്നെ എന്താണ് കർത്താവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടി രക്ഷിക്കപ്പെടുന്നവരുടെ രക്ഷിക്കപ്പെടാത്ത ഗുണമെന്ന് ചോദിച്ചാൽ, ഇവിടെ വിട്ടു പോകുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. രോഗം മാറത്തില്ലെന്നല്ലേ, മാറും. പ്രശ്നം മാറത്തില്ലെന്ന്, മാറും വരും. മരിച്ചവൻ ഉയർക്കും, പിന്നും വരും. മരിച്ചേ തീരും. ചിലപ്പോൾ ഉയർത്താൽ അയാൾ വീണ്ടും മരിച്ചേ തീരും. രോഗം ചിലപ്പോൾ വരും. പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? ഒരുപാട് സാക്ഷ്യമുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ സഭ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ സാക്ഷി പറയിപ്പിക്കാത്തത്. ദൈവത്തിന് സ്വാതന്ത്ര്യം, ദൈവത്തിന് മഹത്വം. ഒരുപാട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷേ അടുത്ത് വീണ്ടും അയാളുടെ ശരീരം തന്നെ രോഗം വരും. ഈ ബോഡിയിൽ രോഗം, ശരീരമാണെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങൾ പലപ്പോഴും വന്നേ തീരും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയാൽ ഉള്ള ഗുണം ഒന്ന്, മണവാട്ടിയായ യേശുവിൻ്റെ വയറവിൽ അങ്ങ് കാര്യമാവാം. കണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവർക്ക് അതിന് പറ്റത്തില്ല. ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവർക്ക് അതിന് പറ്റത്തില്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, സിസ്റ്ററെ പള്ളി വന്നാൽ സമ്പത്ത് കിട്ടത്തില്ലേ, വീട് കിട്ടത്തില്ലേ, വസ്തു കിട്ടത്തില്ലേ, കാർ കിട്ടത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, പള്ളി വരാത്തവർക്ക് വസ്തുവില്ലേ, കാറില്ലേ, വീടില്ലേ, ലോറിയില്ലേ, ബസ്സില്ലേ? ഉണ്ടല്ലോ. പള്ളി വരുന്നതിനേക്കാൾ സമ്പത്ത് അവർക്ക് ഉണ്ട്. പക്ഷെ അവരുടെ അകത്ത് ആരില്ല? യേശുവില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞത് പള്ളി വന്ന് അത് കിട്ടും ഇത് കിട്ടുമെന്ന് പ്രസംഗിക്കുന്ന പള്ളിയല്ല ഇത്. ഹല്ലേലൂയ. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, കിട്ടും, പിടിക്കരുത്, അത് ഉപയോഗിച്ചോ. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളൊരു ദിവസം പോകും. അവിടെ കാണണം. എവിടെ കാണണം? കർത്താവിൻ്റെ രാജ്യത്തിൽ കാണണം. ഹല്ലേലൂയ. ഇതൊന്നും കണ്ടിട്ടല്ല നമ്മൾ ആരാധിക്കുന്നത്. ഓ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചുയർന്ന് ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ ചോദിച്ചതോ ഉള്ളിൽ പോലും ആയുസല്ല ആയുസെല്ലാം അങ്ങേക്കാൾ നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ നിത്യത നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇവിടെ, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷേ ഇവിടെ എന്ത് കിട്ടിയാലും കിട്ടിയതല്ല ഇവിടെ വച്ചിട്ട്, അല്ലേ? ഒരു പൊട്ടുമോതിരം ഉണ്ടെങ്കിലും വിലപിടിപ്പുള്ള എന്ത് ശരീരത്തിലുണ്ടെങ്കിലും ആരും പറയേണ്ട, വീട്ടുകാരങ്ങെടുത്തോ. വിലപിടിപ്പുള്ള എന്തുണ്ടെങ്കിലും അവരങ്ങെടുത്തോ എന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ, ഇവിടെ എല്ലാം അനുഭവിക്കാം, ഒന്നും കൊണ്ടുപോകാൻ. അതിനുശേഷം മക്കൾക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ ഈ 4 വിരൽ നീളമുള്ള ആയുസ് ഇവിടെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഈ കർത്താവിൻ്റെ കൂടെ നടന്ന, കർത്താവിൻ്റെ വചനപ്രകാരം നടന്ന മണവാട്ടിയായി മാറിയാൽ നമുക്കൊരു ഉറപ്പുണ്ട്. ഇവിടെ കിട്ടട്ടെ കിട്ടാണ്ടിരിക്കട്ടെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വന്തമാണ്. എൻ്റെ അപ്പൻ വരും, ഞാൻ അപ്പനോട് കൂടെ കയറിപ്പോകും. ഇവിടെ ഉണ്ടായിരിക്കട്ടെ ഇല്ലായിരിക്കട്ടെ, എനിക്കൊരു ഉറപ്പ്. എത്രർക്ക് ആഗ്രഹമുണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഊനമില്ലാത്ത മണവാളനാണ്. നമ്മുടെ കർത്താവ് ആരാണ്? ഊനമില്ലാത്ത. കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും
ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. യേശുപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഞാൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ നിങ്ങളെ ഇരുത്തും, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത, ഒരു പാപവും ഇല്ലാത്ത, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ ജനിക്കാത്ത, പാപത്തിൽ വസിക്കാത്ത, പാപത്തിൽ മരിക്കാത്ത, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ ഉയർക്കാത്ത ഒരാളത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ മണവാട്ടി ഒത്തതായിരിക്കണം. ഇപ്രകാരമുള്ള ഒരു മണവാളനാണ് ആര്? നമ്മുടെ ഭർത്താവാരാ? ഇതാ. അപ്പൊ ആ ഭർത്താവിന് ഒത്ത മണവാട്ടിയായി നമ്മൾ മാറിയേ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മാറിയേ തീരും. ദൈവത്തിന് സ്തോത്രം. മാറാത്തവർ തള്ളപ്പെടും. അതല്ലേ മത്തായി 25 10 പേര് ഒരുങ്ങിയില്ലേ? അതിൽ 5 കന്യക കർത്താവിന് പോലെ ഊനമില്ലാതെ ഒരുങ്ങിയവരായിരുന്നു. ആ ഒരുങ്ങി 5 പേരെന്ത് ചെയ്തു? എങ്ങനെയുള്ളവര്? മണവാളനായിട്ട് ഒരുങ്ങിയ 5 പേർ. ആ 5 പേർ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്തുണ്ട്. ആ 5 പേർ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്താ കാര്യം? അവർ 10 പേര് ഒരുങ്ങി കാത്തു വിളിയെല്ലാം കേട്ടു, എഴുന്നേറ്റു, വിളക്കൊക്കെ കത്തിച്ചു. പക്ഷെ 5 പേര് ഊനമില്ലാത്തവരായിരുന്നു. അവർ 5 പേരും കയറിപ്പോയി. ഇനി തെസ്സലോനിക്കർ നേരത്തെ വായിച്ചില്ലേ? 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. മണവാട്ടി വർഗമാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവിൽ ആരാണ് ആദ്യം ഉയർത്തുന്നത്? ക്രിസ്തുവിൽ മരിച്ചവരാ മണവാട്ടികളെ ഉയർക്കും. ബാക്കിയുള്ളവരുടെ കിടക്കും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രക്ഷിക്കപ്പെട്ടു. ചിലർ കണ്ടിട്ടില്ലേ? രക്ഷിക്കപ്പെടും, ക്രിസ്തുവിനെ സ്വീകരിക്കും, പരിശുദ്ധാത്മാവൊക്കെ പ്രാപിക്കും, സ്നാനപ്പെടും, കർത്താവ് പള്ളിയിലൊക്കെ വരും, ഞായറാഴ്ച ഒന്നും മുടങ്ങാതൊക്കെ വരും. അവര് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അത്രേ ഉള്ളൂ. ഒരു കർത്താവിന് വേണ്ടി അങ്ങനെ പോകുന്നു. ഒരു മിതമായ, മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ടു, ഞാൻ പള്ളി പോകുന്നു. വേറെ ഒരു ഡ്യൂട്ടി അവർ ചെയ്യത്തില്ല. അവരെ നോക്കി രക്ഷയിലേക്ക് വന്നു, ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ കൃപ പ്രാപിച്ചു, അങ്ങ് നടക്കും. അവര് പള്ളി മുടങ്ങത്തില്ല, പള്ളിയിൽ വന്ന് ആരാധിച്ച് അങ്ങനെ അങ്ങ് പോകും. അവരെവിടെ പോകും? കർത്താവിൻ്റെ രഹസ്യവരവിലല്ല പോകുന്നത്. അവർ രഹസ്യവരെ പോകത്തില്ല. രഹസ്യവരെ പോകുന്ന ആരാ? അത്ര ഊനമില്ലാതെ തികഞ്ഞ മണവാട്ടികളെ പോവും. ബാക്കിയുള്ളവരെ തന്നെ വിശ്രമിക്കും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്രമിച്ചിട്ട് അവരെപ്പോൾ എഴുന്നേൽക്കുമെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് കഴിഞ്ഞ് 7 വർഷം, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പലതവണ, 7 വർഷം മണവാട്ടി സഭയും യേശുവും കൂടെ കർത്താവ് പിതാവിൻ്റെ അടുക്കലല്ലേ സ്വർഗത്തിൽ. ആ 7 വർഷം കഴിഞ്ഞ് യേശുവും മണവാട്ടികളും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവിടെ 1000 ആണ്ട് വാഴ്ചയുണ്ട്. മനസ്സിലായോ? ഈ വാഴ്ച സമയം കഴിയുമ്പോൾ, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ ഉയർപ്പിക്കും. അതിലാണ് ജസ്റ്റ് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഉയർക്കുന്നത്. മനസ്സിലായോ? എത്രയൊക്കെ മനസ്സിലായി? എനിക്കറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. എങ്ങനെയാണ് ഉയർക്കുന്നത്? മണവാട്ടികൾ മാത്രമേ ആദ്യം പോകത്തുള്ളൂ. ഊനമില്ലാത്ത, കളങ്കമില്ലാത്ത, ഓരോ ദിവസവും വചനം കേട്ട് തങ്ങളെ തന്നെ മരിപ്പിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന, പാപത്തെ ജയിക്കുന്ന, ഓരോ സെക്കൻഡ് അപ്പാ എന്നിൽ നിറയണമേ എന്ന് പറഞ്ഞ് ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ്, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പാപം കൂടാതെ യേശു വീണ്ടും വരും, തനിക്കായി കാത്തിരിക്കുന്നവരല്ല കാത്തു നിൽക്കുന്നവരെ കൊണ്ടുപോകാൻ. എങ്ങനെ വായിച്ചേ? ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും. തനിക്കായി കാത്തിരിക്കുന്നവരുടെയാണോ? കാത്തു കിടക്കുന്നവരാണോ? കാത്തു ഉറങ്ങുന്നവരുടെയാണോ? ആരാണ് കാത്ത് നിൽക്കുന്നവർ? അയ്യോ വയ്യേ അങ്ങനെ പറയുന്നവരോടാണോ? അയ്യോ തളർന്നു എന്ന് പറയുന്നത് അല്ല. പിന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരുങ്ങി നിൽക്കുകയാണ്. ഒന്ന് ഇരിക്കും സിസ്റ്ററെ. എനിക്കിപ്പോൾ അടുത്ത് വേറൊരു കാര്യമുണ്ട്, ഇരിക്കാൻ സമയമില്ല. ഇപ്രകാരം ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താ നിങ്ങൾ ചോദിക്കും? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ ബൈബിൾ, വേദപുസ്തകം, പാട്ടുപുസ്തകമൊക്കെ എടുത്ത് ചുരുങ്ങി ഇങ്ങനെ നിന്ന കാലം എത്ര നേരം നിൽക്കും എന്നാണോ? അങ്ങനെയല്ല. പവറായി എന്ന് പറഞ്ഞാൽ എന്താ? പാവത്തെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം വന്നാൽ ഞാൻ പോകും. ജീസസ്, ഹല്ലേലൂയ. ഇങ്ങനെ കാത്തു നിൽക്കുന്ന പൈതലാണ് ആടെ കൂടെ കയറി പോകുന്നത്. യേശുവിനോട് കൂടെ തന്നെത്താൻ
അലങ്കരിച്ച് ഒരുങ്ങി എപ്പം വന്നാലും മണവാട്ടി എങ്ങനെ ഇരിക്കും? മണവാട്ടി എങ്ങനെയാ? ഒന്ന് യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, നമ്മളെ മണവാളൻ ആരാണ്? വായിക്കാൻ വെളിപ്പാട് പുസ്തകം ഒരു സ്വർഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ ഇതാ സ്തോത്രം ഡൊമീഷൻ സ്വർഗം കാണുകയാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര പ്രതികൂലങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര പ്രതിസന്ധികൾ സ്തോത്രം വ്യാപരിച്ചുകൊണ്ടിരുന്നു. അന്ന് ആരാധിക്കാൻ സഭയില്ല, അന്ന് ആരാധിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഗുഹകൾക്കകത്താണ് അന്ന് ആരാധിച്ചിരുന്നത്. ഗുഹ നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഗുഹയ്ക്കകത്താണ് അന്ന് ആരാധനകൾ നടന്നുകൊണ്ടിരുന്നത്. പുറത്താരെങ്കിലും കണ്ടാൽ ഉപദ്രവിക്കും, കൊന്നുകളയും. ദൈവത്തിന് സ്തോത്രം. അന്ന് ആരാധനയ്ക്കകത്ത് ഗുഹയ്ക്കകത്താണ്. അപ്പോൾ ഗുഹയ്ക്കകത്ത് പോകുന്ന വഴി തന്നെ ആൾക്കാരുണ്ട് ഗുഹ കാണിച്ചു കൊടുക്കാൻ. അവർക്ക് ഒരു കോഡ് ഭാഷ പറഞ്ഞാണ് ഇന്ന് നമ്മുടെ പള്ളി വന്ന് അനേകർ ഉറങ്ങുകയാണ്. അന്ന് ഒന്ന് ആരാധിക്കാൻ ദാഹിച്ച്, ഒന്ന് വചനം കേൾക്കാൻ ദാഹിച്ച്, ഒന്ന് കർത്താവിനെ ഒന്ന് രുചിച്ചറിയാൻ ദാഹിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ഈ ഗുഹയ്ക്കകത്തോട്ട് പോകും. ഒരു ഗുഹയ്ക്കകത്ത് ഒരാഴ്ച ആരാധന വെച്ചാൽ പിറ്റേ ആഴ്ച അവിടെ ആരാധനിക്കാൻ പറ്റത്തില്ല. എങ്കിൽ അവിടെ ആൾക്കാർ കാണും, സ്വത്രം കണ്ടാൽ കൊന്നുകളയും. അതുകൊണ്ട് ആരാധന വയ്ക്കാൻ പറ്റത്തില്ല. ഒരു ഗുഹയ്ക്ക് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇന്ന് നമ്മുടെ പള്ളിയിൽ ആരാധിച്ച കൊന്നുകളയും. ഒരു ഗുഹയ്ക്കകത്ത് ഒരു ദിവസം ആരാധിച്ചാൽ അടുത്ത ദിവസം ആരാധനിക്കുക അടുത്ത ഗുഹയ്ക്കകത്താണ് ആരാധന. അപ്പൊ ഗുഹ കാണിച്ചു കൊടുക്കാൻ പലരും നിൽക്കും. അവര് സ്വത്രം സാധാരണ ഭാഷയിലും സംസാരിക്കത്തില്ല. കാരണം ആരാധിക്കാത്തവർ കേട്ടാൽ ഉടനെ ഇവരെ പിടിച്ച് കൊന്നുകളയും. അതുകൊണ്ട് കോഡ് ഭാഷയിൽ സംസാരിക്കും. കോഡ് ഭാഷ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം. കോഡ് ഭാഷ സംസാരിക്കുമ്പോൾ ആ കോഡ് ഭാഷ കേട്ടാണ് അവർ ആ ഗുഹ മനസ്സിലാക്കുന്നത്. ആ ഗുഹയിലേക്ക് അവർ കിടക്കുന്ന ആൾക്കാർ നിന്ന് കോഡ് ഭാഷ കൊടുത്ത് ഗുഹയിലേക്ക് പറഞ്ഞയക്കും. ഒരു ആരാധന നടത്തുമ്പോൾ അടുത്ത ആരാധന ആ ഗുഹയിലല്ല, വേറൊരു ഗുഹയിൽ. വെളുപ്പാൻ രാവിലെ എണീറ്റ് നടക്കണം. എത്രയോ മൈലുകൾ നടന്ന്. വേദപുസ്തകം കയ്യിലില്ല, അവർ ബൈ ഹാർട്ടാക്കും വചനം. എങ്ങനെ? ഇന്ന് നമ്മുടെ കയ്യിൽ എത്ര വേദപുസ്തകം, നമ്മുടെ വീടിനകത്ത് എത്രയോ വേദപുസ്തകമുണ്ട്. ഒറ്റ വാക്യം വായിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്ന് വേദവാക്യം പുസ്തകങ്ങൾ ബൈബിളിലുള്ള വചനങ്ങൾ അവർ ബൈ ഹാർട്ടാക്കും. അവർ അകത്ത് പതിപ്പിച്ചു വെക്കും. അവിടെ കേൾക്കുന്നത് ദൈവവേലക്കാർ പറയുമ്പോൾ പതിപ്പിച്ചു വെക്കും. അന്ന് ഹല്ലേലൂയ സാക്ഷ്യമുണ്ടായിരുന്നു. സാക്ഷി അതല്ല, സാക്ഷി ഞാൻ പാപിയായിരുന്നു, എന്റെ ദൈവം എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, എന്നെ നരകത്തേക്കകത്ത് വിടുവിച്ചു എന്ന് പറയുന്നതാണ് സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ചത്തെക്കാളും എന്റെ ക്രിസ്തുവിനെ എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞു. എന്റെ യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. പ്രതികൂലങ്ങളെ ഞാൻ കണ്ടിട്ട് പേടിക്കാതെ വേണം കർത്താവിന്റെ കനവിനെ താങ്ങിയെന്നാണ് സാക്ഷി പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ എന്തില്ലാത്തത്. കഴിഞ്ഞ ആഴ്ച തുമ്മൽ വന്നതും ജലദോഷം വന്നതും കാലേരിപ്പ് വന്നതും മാറിയത് മാത്രമല്ല നമ്മൾ പറയൂ. അതുകൊണ്ടാണ് നമുക്ക് സാക്ഷിയില്ലാത്തത്. ഇത് കേൾക്കാനല്ല നമ്മളെ ജനം ഇരിക്കുന്നത്. പിന്നെയോ അവർ കർത്താവിന്ന് പ്രാപിച്ച ജീവനെ പറയുമ്പോൾ അന്ന് പറഞ്ഞ സാക്ഷ്യം കേൾക്കണോ? അതിൽ അനേക സഹോദരന്മാർ എനിക്ക് അതൊക്കെ മനസ്സിലായപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അനേക സഹോദരന്മാർ ഞായറാഴ്ച അവിടെ ആരാധന സമയത്ത്, ഞായറാഴ്ചയല്ല അവിടെ ആരാധന സമയത്ത് അനേക സഹോദരങ്ങൾ സാക്ഷി എഴുന്നേൽക്കുമ്പോൾ പറയുന്നുണ്ടെന്നറിയാമോ? സ്തോത്രം, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആരാധിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന കുഞ്ഞിനെ രണ്ടായിട്ട് കീറിക്കൊന്ന് വലിച്ചെറിഞ്ഞു. ഒരാഴ്ചയായില്ല, അപ്പനും അമ്മയും വീണ്ടും അവിടെ ഇരിക്കുക ആരാധനയ്ക്കകത്ത്. സാക്ഷ്യം കണ്ടോ? എൻ്റെ കുഞ്ഞിനെ പറിച്ച് രണ്ടാക്കി കീറി. അടുത്ത ഒരു സഹോദരി സാക്ഷി പറഞ്ഞത് എങ്ങനെയെന്നറിയാമോ? എൻ്റെ ഭർത്താവിനെ ഇഞ്ചിഞ്ച നുറുക്കി കൊന്ന് തീക്കകത്ത് എറിഞ്ഞു. ഞങ്ങൾ ആരാധന കഴിഞ്ഞ് പോയപ്പോൾ ഒരു സഹോദര സാക്ഷി പറഞ്ഞത് എങ്ങനെ അറിയാമോ? അമ്മേ, ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം തന്ന വചനങ്ങൾ ഞങ്ങളും പരസ്പരം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചവർ കയറി വന്നു. എൻ്റെ കൂടെ ആരാധിച്ച് എൻ്റെ ഭാര്യയെ വലിച്ചു കീറി അവരെ മണ്ണെണ്ണൊഴിച്ച് ചുട്ടു എന്ന് വന്നതാ. ഒരാഴ്ചക്കകത്ത് വീണ്ടും പള്ളിയിലൊന്ന് പറയുക. കാരണം എന്താ? അവർ വന്നിരുന്ന് ആരാധിക്കുക. എന്തുകൊണ്ടാ? അവർക്കറിയാം ഇവിടെ മരണമുണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ആര് മരിച്ചാലും അടുത്ത ആള് ഞാനാണ്, അടുത്ത ഊഴം എനിക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്ന് ഉറക്കമില്ല, ഇതുപോലെ പള്ളി വന്നിരുന്ന ഉറക്കമില്ല. കാരണം അവരുടെ ആത്മബന്ധം ദൈവത്തോടാണ്. ജീസസ്. ഇന്ന് നമ്മളെ അതേസമയം ആത്മാവിൽ നിറഞ്ഞ് പള്ളിക്കകത്ത് നിന്നു തീ കത്തിക്കൊണ്ടിരിക്കും. യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. കരുതിരി കത്തരുത്, അത് കരുതിരി കത്തരുത്, അത് കരുതിരി കത്തരുത്. അത് കത്തി ചൊലിച്ചോണ്ടിരിക്കണം, തീയായി മാറിക്കൊണ്ടിരിക്കണം.
ഹല്ലേലൂയ. നോയിക്കേ, സ്തോത്രം. അന്ന് പറയുന്ന സാക്ഷി ഇതായിരുന്നു. അപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ഞങ്ങളെ പിടിച്ചു നിർത്തിയത് യേശുവിൻ്റെ സ്നേഹമാണ്. ഓ, പിറ്റേ ആഴ്ച വന്ന് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട എത്ര ദിവസം പിറ്റേ ദിവസം അടുത്ത 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത ആരാധനയ്ക്ക് പോകുമ്പോൾ പറയുന്ന സാക്ഷിയാ. ഓ ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഓ സ്തോത്രം. അന്നത്തെ കാലത്ത് ആരാധിക്കുന്ന കണ്ട മക്കളെ തള്ളി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സ്വന്തം മക്കളെ അപ്പനെ അമ്മയുടെ കണ്ണിൻ്റെ മുൻപിൽ വെച്ച് കത്തിച്ചു കൊല്ലും. ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലന്മാരെ ഈർച്ചവാള വലിച്ച് സ്തോത്രം അവരെ കൊന്നെറിയും, കഴുത്ത് വെട്ടിക്കളയും. മാത്രമല്ല അപ്പോസ്തലനെ വലിച്ച് കീറി രണ്ടായിട്ട് ഈർച്ചവാളാൽ അറുത്ത് 2 വശത്ത് വലിയ വടം വെച്ച് കെട്ടി രണ്ട് ഭാഗത്തേക്ക് വലിച്ചു കെട്ടി നേരെ മില്ലിൽ അറുക്കുന്ന വാള് പോലത്തെ അതേ വാള് കൊണ്ട് യേശുവിനെ ആരാധിച്ച പേരും പറഞ്ഞ് കീറും. എന്നിട്ടും അടുത്ത് നിൽക്കുന്ന ആള് പിന്മാറത്തില്ല. അയാൾ പറയും, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? പറയാൻ കാര്യം വേറെ ഒന്നുമല്ല, പറയാനുള്ള കാരണമുണ്ട്. അവർക്കറിയാം ഇവിടെ നമ്മളെല്ലാവരും മരണമെന്ന ലിസ്റ്റിന്റെ ക്യൂവിലാണ്. അത് വയസ്സും പ്രായമില്ലെന്ന് തൻ്റെ ഭക്തന്മാർക്ക് അന്ന് അറിയാം. എല്ലാവരും ഒരു ക്യൂവിലാണ്. ഒരു ദിവസം ഓരോരുത്തരും തകർന്ന് വീണേ തീരൂ. ഓരോരുത്തരും ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോൾ അവരവരുടെ ലിസ്റ്റ് വരും, അവരവർ പോയാൽ തീരൂ. അവർക്കറിയാം ഈ ഓരോരുത്തരും കണ്ണിന്റെ മുമ്പിൽ തകർന്ന് വീഴുമ്പോഴും ചുട്ടുകൊല്ലുമ്പോഴും അവർക്കറിയാം അടുത്ത ഊഴം ഞങ്ങൾക്കാണ്. ഞങ്ങളും ഇതിലൂടെ പോയി സ്വർഗത്തിൽ കയറി പോകും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ പിടിച്ചു വച്ചിരിക്കാൻ ഒന്നുമില്ല സ്നേഹിതരെ. ഇതെല്ലാം അഴിഞ്ഞു പോകും, ഇതിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും, ഈ പണിയെല്ലാം വെന്തു പോകും. എന്നാൽ കാത്തിരിക്കുന്ന പൈതലിന് പ്രത്യാശയുണ്ട്. എന്താന്ന് പ്രത്യാശ? എൻ്റെ രാജാവിനോട് കൂടെ പാർക്കാം, എൻ്റെ രാജാവിനോട് കൂടെ, എൻ്റെ കർത്താവിനോട് കൂടെ നിത്യ നരകത്തിനകത്ത് പോകാതെ നിത്യതയ്ക്കകത്ത് പോകാം. ഇതാണ് ഭക്തന്റെ പ്രത്യാശ. അങ്ങനെ ഓരോരുത്തരായി കൊന്നെടുക്കുമ്പോൾ ഒരുത്തനെ മാത്രം കൊല്ലാൻ പറ്റിയില്ല. ആരെ? യോഹന്നാൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ. ഈ യോഹന്നാൻ 90 വയസ്സിലധികമായി വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഈ 90 വയസ്സായ വൃദ്ധനായ അപ്പച്ചൻ ദൈവത്തെ തള്ളിപ്പറയാത്തോണ്ട് ഈ വൃദ്ധനായ അപ്പച്ചനെ നാട് കടത്തി പത്മോസിലിട്ടു. പത്മോസിൽ കൊണ്ടിടുമ്പോൾ അവിടെ വേണ്ടാത്ത കുറ്റവാളികളെല്ലാം കൊണ്ട് അവിടെ തള്ളും. അവിടെ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. സ്തോത്രം. കുറ്റവാളികളും പരസ്പരം കുത്തിച്ചാകുന്നവർ, പിന്നെ മരിച്ചവർ എന്ന് വേണ്ട വ്യത്യസ്ത നിലവാരത്തിലുള്ളവരെല്ലാം അരിച്ചു പെറുക്കി തട്ടുന്നൊരു ഇടമാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ഇടം. ഇതിനകത്ത് യോഹന്നാൻ കിടക്കുമ്പോൾ നക്സലേറ്റുകൾ ആ മനുഷ്യൻ കണ്ടില്ല. ശവശരീരങ്ങൾ കൊത്തിപ്പറിക്കുന്ന സ്തോത്രം ജീവികളെ ആ മനുഷ്യൻ കണ്ടില്ല. ആ മനുഷ്യൻ ആത്മവിവശതയിൽ സ്വർഗം കണ്ടു. ആമേൻ. ആത്മാവിന്റെ വിവശതയിൽ. പ്രതികൂലമല്ല അപ്പോസ്തലൻ കണ്ടത്, പ്രശ്നമല്ല അപ്പോസ്തലൻ കണ്ടത്, പ്രതിസന്ധി അല്ല അപ്പോസ്തലൻ കണ്ടത്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കളല്ല കണ്ടത്. സുബോധം നഷ്ടപ്പെട്ട് അലറുന്ന പത്മോസിനകത്ത് അലറുന്ന ചക്രവർത്തി കൊണ്ട് നാട് കടത്തിയ സുബോധം നഷ്ടപ്പെട്ടവരുടെ വിരുതികളല്ല ഈ മനുഷ്യൻ കണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ കണ്ടത് സ്വർഗമത്രേ. ഹല്ലേലൂയ. സ്വർഗത്തിന് അത്രയ്ക്ക് വിലയുണ്ട്. സ്വർഗത്തിന് അത്രയ്ക്ക് വിലയുണ്ട്. സ്വർഗത്തിന് അത്രയ്ക്ക് വിലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് യോഹന്നാൻ അപ്പോസ്തലനൊക്കെ വചനത്തെ പ്രസംഗിച്ച് അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞ സമയത്തൊക്കെ അവിടെ ഒരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിൽ സ്തോത്രം ആൾക്കാരെ വിളിച്ചിരുത്തും. ശ്രദ്ധിച്ച് കേട്ടെ. അന്നത്തെ സ്റ്റേഡിയത്തിൽ ആൾക്കാരെ വിളിച്ചിരുത്തി ദൈവത്തിന് സ്തോത്രം. അവിടെ കുറേ മൃഗങ്ങളെ എന്ന് വെച്ചാൽ സിംഹങ്ങളെ, കരടികളെ ഭക്ഷണം കൊടുക്കാതെ, ആഴ്ചകളായി ഭക്ഷണം കൊടുക്കാതെ കരടികളെയും സിംഹങ്ങളെയും കൊണ്ട് അവിടെ ഇടും. അവിടെ ആ സ്റ്റേഡിയത്തിന് അതിനകത്ത് മൊത്തം ഇങ്ങനെ റൗണ്ടായിട്ട് ആൾക്കാരെ ഇരുത്താൻ കണക്കിനുള്ള സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലം കാണും. അവിടെ സ്തോത്രം ഈ ദൈവത്തിന് സ്തോത്രം ഒരു അറ പോലെ ഇട്ടിരിക്കും. അതിനകത്ത് സിംഹത്തെയും കരടിയെയും ആഴ്ചകളായി ഭക്ഷണം കൊടുക്കാത്ത സിംഹത്തെയും കരടിയെയും കൊണ്ടിടും. ഇട്ടിട്ട് ദൈവത്തെ ഒരു സ്റ്റേഡിയത്തിൽ വിളിച്ച് ജനത്തെ കൂട്ടും. ജനം മുഴുവൻ ജനങ്ങൾ നിറയുമ്പോൾ സ്തോത്രം യേശുവിനെ ആരാധിച്ച ദൈവഭക്തനെ കൊണ്ടെന്ന് അതിനകത്ത് ഇടുമ്പോൾ സിംഹവും കരടിയും കടിച്ച് കീറുന്നത് കണ്ട് ഗ്യാലറി ഇരിക്കുന്ന സകല ജനവും കൈയടിച്ച് ചിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്കതാണോ? അല്ല, നമുക്കെല്ലാം ഉണ്ടില്ലേ? പക്ഷെ ഒന്ന് മാത്രമില്ല, യേശു. എല്ലാം ഉണ്ട്, പക്ഷെ ഉണ്ടാകേണ്ടവൻ നമ്മുടെ അകത്തില്ല പലപ്പോഴും.
അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും വചനം കേൾക്കുമ്പോൾ തളർച്ചയും. എത്ര വചനം കേട്ടാലും കീറാൻ പറ്റുന്നില്ല, എത്ര വചനം കേട്ടാലും മുട്ടുമടക്കാൻ പറ്റുന്നില്ല, എത്ര വചനം കേട്ടാലും യേശു മാത്രം കർത്താവ് എന്ന് പറയാൻ പറ്റുന്നില്ല, എത്ര വചനം കേട്ടാലും കർത്താവെ അങ്ങ് മാത്രം ദൈവം എന്നെ ഇത് അപ്പൻ്റെ കരത്തിൽ തരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ അന്നത്തെ കാലത്ത് ഇത്രയും തീച്ചുപുള പോലത്തെ സന്ദർഭത്തിൽ, ഇത്രയും കീറിക്കൊല്ലുന്ന സന്ദർഭത്തിൽ, ഇത്രയും എണ്ണക്കകത്തിട്ട് തിളപ്പിക്കുന്ന സന്ദർഭത്തിൽ, ഇത്രയും പറിച്ചു കീറി കുഞ്ഞുങ്ങളെ പോലും കൊന്നിടുന്ന അപ്പനെ പോലെ അമ്മയെ പോലെ മക്കൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തകർത്ത് കൊന്നിടുന്ന ആ സന്ദർഭത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയിൽ നാട് കടത്തുമ്പോൾ യോഹന്നാൻ സ്വർഗം കണ്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നുണ്ട്, എന്റെ യേശു മതി, ആ സ്നേഹം മതി, ആ ക്രിസ്തുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, പാപത്തെ ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം, ഇരുട്ടിനെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, ഒരു വിശുദ്ധ മണവാട്ടിയായി. ഹല്ലേലൂയ. സ്വർഗം തുറന്നത് കണ്ടു. സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ അവിടെ ഒരുവൻ നിൽക്കുന്നു. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 5:1 മുതൽ ടക്കനെ വായിച്ചേ. എല്ലാവരും എടുത്ത വേദപുസ്തകം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി മുദ്രയിട്ടൊരു പുസ്തകം, 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് കണ്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ ആരെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മണവാളനകത്ത് യേശുവിനെ കുറിച്ച്. മണവാളന്റെ യോഗ്യത പറയാൻ പോകെ ഒരെണ്ണം പറയാം. ഹല്ലേലൂയ. മണവാളൻ ആരാന്ന് ഒരെണ്ണേ പറയുള്ളൂ, ബാക്കി സമയമില്ല. നോക്കിക്കേ, സ്തോത്രം. ഒരു ദിവസം യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്. എന്തോന്നാ കാണുന്നത്? സ്തോത്രം, 7 മുദ്രയുള്ള ഒരു പുസ്തകം. ഹല്ലേലൂയ. കാണുകയാണ്, അതിരിക്കുന്ന കൈ കാണുകയാണ്, അവിടെ വിളിക്കുന്ന ശബ്ദവും കേൾക്കുകയാണ്. ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചേ. വായിച്ച 5:1 മുതൽ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. മുദ്ര എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങൾ പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ട്? പോസ്റ്റ് കാർഡ് കണ്ടവരൊക്കെ എത്ര പേരുണ്ട്? കണ്ടവര് പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ട്? കാർഡ് ലെറ്റർ, നമ്മുടെ വീട്ടിൽ വരുന്ന കാർഡ് എപ്പോഴും ഓപ്പണാണ്. അതിനകത്തൊരു സീക്രട്ടും ഇല്ല, ആർക്ക് വേണോ വായിക്കാം. എന്നാൽ ചിലത് വരും, എന്തോന്ന്, കാർഡല്ല, ആർക്കും വായിക്കാൻ പറ്റത്തില്ല അല്ലേ, അത് പൊട്ടിച്ച് വായിക്കണം. അങ്ങനെയുള്ള ഒരു സീൻ, മനസ്സിലായോ? കുറെ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവം. വായിച്ചേ. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും. നോക്കിയേ, വിളിച്ചു ചോദിച്ചു പുസ്തകം തുറപ്പാൻ ആരുണ്ടെന്ന്. ഒന്നുകൂടെ വായിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും. നോക്കിയേ, എവിടെയൊക്കെ? സ്വർഗത്തിലും ഭൂമിയിലും. അടുത്ത് ഭൂമിക്ക് കീഴിലും. എന്തോന്ന്? സ്വർഗത്തില്, ഭൂമിയിൽ, പിന്നെ ഭൂമിക്ക്. ഒറ്റ വിളി. സ്വർഗത്തിൽ ഈ പുസ്തകം തുറക്കാൻ ആരുണ്ട്? ഭൂമിയിൽ ആരുണ്ട്? ഭൂമിക്ക് കീഴെ ആരുണ്ട്? സകലരും കേട്ടു. ഇത് ഒറ്റ ശബ്ദം വിളിച്ചപ്പോ സകല കാതുകളിൽ തുളച്ചെന്ന് കയറി. പക്ഷേ യോഗ്യതയുള്ള ആരെയും കണ്ടില്ല. നിനക്ക് മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചാ വരി. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആർക്കും. ഒറ്റ വിളി. പക്ഷേ ഈ വിളി സകല ജനവും കാതുകളെ കുത്തി തുറന്നു കേട്ടു. ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെ കണ്ടു. ഒരു ദൂതൻ വിളിച്ചു പറയുകയാണ്, ഈ പുസ്തകം തുറപ്പാൻ ആർ ഉണ്ട് യോഗ്യത? വിളിച്ചു പറയുന്ന ഉടനെ സ്വർഗത്തിൽ കേട്ടു ശബ്ദം. ഇനി ഭൂമി കിടുങ്ങി. ഏത് ശബ്ദം? ഈ ശബ്ദം. ഭൂമിക്ക് കീഴെ കിടുങ്ങി. ഈ ശബ്ദം ഏത് ശബ്ദം? ഈ പുസ്തകം തുറക്കാൻ ആരുണ്ടെന്നുള്ള ശബ്ദം. അപ്പൊ സ്വർഗത്തിൽ ഒറ്റ എണ്ണത്തിനെയും കണ്ടില്ല, ഭൂമിയിൽ ഒറ്റ എണ്ണത്തിനെയും കണ്ടില്ല, ഭൂമിക്ക് കീഴെ ഒറ്റ എണ്ണത്തിനെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. അടുത്തവർ വായിച്ചേ. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായകൊണ്ട്. കാരണം എന്താ? ആളുണ്ട്, എന്തില്ല? യോഗ്യതയില്ല. മനസ്സിലായി? ആളുണ്ട്, എന്തില്ല? യോഗ്യതയില്ല. ആളുകളുണ്ട്, പക്ഷെ അയോഗ്യരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. അയോഗ്യരാണ്, യോഗ്യതയില്ല. യോഗ്യത ഉള്ളവർക്ക് ഇത് വായിക്കാൻ പറ്റും. അടുത്ത വരി.
യോഗ്യനായി ആരെയും കാണായക കൊണ്ട് യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഇതാരാ കണ്ടോണ്ടിരിക്കുന്നത്? ഇതാരാ കാണുന്നേ? യോഹന്നാൻ. ഏറ്റവും എവിടെ കിടന്നാ കാണുന്നത്? പത്മോസിൽ. പത്മോസിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നവരെല്ലാം മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ നടുവിൽ സ്വർഗം കാണുകയാണ്. അതിൻ്റെ നടുവിൽ ഈ സംഭവം കാണുകയാണ്. പ്രതികൂലവും പ്രശ്നവും അല്ല കണ്ടത്, വിശപ്പല്ല കണ്ടത്, രോഗമല്ല കണ്ടത്, ക്ഷീണമല്ല കണ്ടത്, സ്വർഗം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്. എത്ര വയസ്സ്? ഏതാണ്ട് 90 വയസ്സുള്ള അപ്പച്ചൻ. കണ്ടോ? 22 അധ്യായം കണ്ടത് ആരാ? ഏതാണ്ട് 90 വയസ്സുള്ള അപ്പച്ചൻ. അത്രയും വയസ്സുള്ള ആരും ഈ പള്ളിക്കകത്ത് ഇല്ല. വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട. നോക്ക്, യോഹന്നാൻ കരയുകയാണ്. അപ്പോ മൂപ്പന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കരയണ്ട, കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹവും. യഹൂദ ഗോത്രത്തിലെ സിംഹം. നമ്മളെ കർത്താവ് ആരാ? ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം. നമ്മളെ കർത്താവ് ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം. ദാവീദിന്റെ വേരും. ഒന്നുകൂടെ വായിച്ചേ വരി. യഹൂദ ഗോത്രത്തിലെ സിംഹവും. യഹൂദ ഗോത്രത്തിലെ സിംഹവും. ദാവീദിന്റെ വേരുമായവൻ. ദാവീദിന്റെ വേരുമായവൻ. പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം. അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജയം പ്രാപിച്ച ഒരുവനുണ്ട്. ആരാ? ആരാ? യേശു. അതാ. ആരാണ്? ഏത് ഗോത്രത്തിലുള്ളവനാ? യഹൂദ. യഹൂദ ആരാ? ആരാ യഹൂദ? യഹൂദ ആരാ? എന്തു പറയാ സിസ്റ്ററെ? ബൈബിളിൽ യഹൂദയെന്നുണ്ട്, എനിക്കറിയത്തില്ല. അതല്ലേ സംഭവം? യഹൂദ ഗോത്രം ഏതാ? ഉൽപ്പത്തി പുസ്തകത്തിനകത്തുണ്ട്. 37 അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് യഹൂദ ആരാ? സ്വത്രം. അതിനകത്തുണ്ട്. ആരുടെ മോനാ യഹൂദ? യഹൂദ ആരുടെ മോനാ? യാക്കോബിന്റെ. അവന്റെ അമ്മയുടെ പേരെന്താ? യഹൂദയുടെ അമ്മയുടെ പേരെന്താ? യാക്കോബിന് ഇഷ്ടമില്ലാത്ത ഭാര്യ ആരാ? യാക്കോബിന് എത്ര ഭാര്യയുണ്ട്? കരവന്നടിച്ചേ, കരവന്നടിച്ചേ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടിവാടങ്ങും, നന്ദിയോടടിവാടങ്ങും, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടിവാടങ്ങും, നന്ദിയോടടിവാടങ്ങും. ഹല്ലേലൂയ. യാക്കോബിന് എത്ര ഭാര്യ ഉണ്ടെന്ന്? 2 ഭാര്യ. ആരൊക്കെ? ലേ, റാഹേൽ. ഇവിടെ 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നും ചിന്തിക്കണ്ട. കർത്താവ് പുതിയ നിയമസഭയ്ക്ക് ഒറ്റ ഭാര്യ, ഒറ്റ ഭർത്താവ്. അയ്യോ, സിസ്റ്റർ പറഞ്ഞില്ല 2 ഭാര്യ ഉണ്ടെന്ന്. അതുകൊണ്ട് പോകുമ്പോൾ 2 കൂടെ നോക്കാം. പോക്കാണ്. ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് മഹത്വം. ശ്രദ്ധിക്കുന്നുണ്ടോ? 2 ഭാര്യ ഉണ്ടല്ലേ? ആരാ? ആരൊക്കെ? 2 പേര്. ഒന്ന് ലേയും, ഒന്ന് റാഹേലും. റാഹേൽ സുന്ദരിയാണ്, ലേ അല്പ സൗന്ദര്യം കുറവാണ്. അപ്പൊ യാക്കോബിന് ഏറ്റവും ഇഷ്ടം ആരെ? റാഹേലിനാണ് ഇഷ്ടം. പക്ഷെ ലേ അത്രത്തോളം ഇഷ്ടമൊന്നും ഇല്ല. പക്ഷെ യാക്കോബിന് ഇഷ്ടമില്ലാത്ത ലേയിൽ പിറന്ന ഒരു കുഞ്ഞത്രേ യഹൂദ. അതേ ഗോത്രത്തിലുള്ള ആളാണ് എൻ്റെ യേശു. ഓ ജീസസ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. യഹൂദയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ധ്യാനിക്കാനുള്ളത്. പിന്നെ ഒരു ദിവസം എനിക്ക് സമയം എടുക്കാൻ സമയമില്ല. അല്ല, പറയാൻ ആഗ്രഹമുണ്ട്, വന്നുകൊണ്ടിരിക്കുക പറയാൻ. പക്ഷെ പറഞ്ഞാൽ എനിക്ക് മണവാട്ടി അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, സ്വത്രം. അതേ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും ആയ ക്രിസ്തു യേശു പുസ്തകം തുറപ്പാനും മുദ്രകളെ പൊട്ടിപ്പാനും യോഗ്യതയുള്ളവൻ, ആ യോഗ്യതയുള്ള യേശു ക്രിസ്തു ഉണ്ടെന്ന് യോഹന്നാനോട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, യോഗ്യതയുള്ള ഒരുത്തമുണ്ട്, നീ കരയണ്ട. വായിച്ചേ വെളിപ്പാട് പുസ്തകം.
ദാവീദിന്റെ പേരുമായവൻ ദാവീദിന്റെ പേരുമായ പുസ്തകവും എന്താ ദാവീദിന്റെ പേര്? അതൊക്കെ എടുക്കുന്നില്ല, വായിച്ചാ. പുസ്തകം തുറപ്പാനും പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോ നമ്മുടെ യേശുപ്പനാരാ? സ്വർഗത്തിലുള്ള ഒരാളിനെ പോലെ അല്ല, ഭൂമിയിലുള്ള ഒരാളിനെ പോലെ. എൻ്റെ കർത്താവിൻ്റെ ഒരു ഗുണം പറയാൻ പോവുകയാണ്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല യേശു. സിസ്റ്ററെ എന്തിനാ ഞാൻ ചാടി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന യേശുവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? മണവാളൻ്റെ കാര്യമാണ്. നിങ്ങളുടെ മണവാളനെ കുറിച്ച് അറിയണ്ടേ? സ്വർഗത്തിൽ ഈ മണവാളനെ പോലെ ആരുമില്ല. ഇനി ഭൂമിയിലും ഈ മണവാളനെ പോലെ ആരുമില്ല. ഇനി ഭൂമിക്ക് കീഴിലും ഇതുപോലെ ഒരുത്തനില്ല. തീർന്നില്ല. ഓ സ്തോത്രം. മാത്രമല്ല, ഈ പുസ്തകം തുറക്കാനും ഇതിന്റെ മുദ്ര പൊട്ടിക്കാനും സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. എന്നാൽ എൻ്റെ മണവാളനാണ് അതിനുള്ള യോഗ്യത. അപ്പൊ ഈ യോഗ്യതയുള്ള മണവാളന്റെ മണവാട്ടി ആരായിരിക്കണം? ഓ ജീസസ്. ഈ യോഗ്യതയുള്ള വേറെ ഒരുത്തനോട് സമം വെക്കാൻ കഴിയാത്ത ഇത്ര സുന്ദര രൂപനായ, ഇത്ര ജ്ഞാനമുള്ള, ഇത്ര വിശുദ്ധനായ, ഇത്ര പവിത്രനായ, മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച, പാപമില്ലാത്ത, പാപത്തിൽ ജീവിക്കാത്ത, വീണ്ടും വരാമെന്ന് പറഞ്ഞ, മരണത്തെ തോൽപ്പിച്ച, പാപത്തെ ക്ഷമിച്ച ഇതുപോലെ ഒരു ദൈവം ആരുള്ളൂ? ഈ യേശുവിന്റെ മണവാട്ടിയാകാനാണ് നമ്മുടെ വിളി. എന്താണ്? ഈ യേശുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞപ്പോൾ ഒരുവൻ വന്ന് എന്നോട്, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം തുറപ്പാനും അതിലെ മുദ്രകളെ പൊട്ടിപ്പാനും യോഗ്യൻ 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 യോഗ്യൻ. ദൈവത്തിന് സ്വന്തം. നിങ്ങൾക്ക് മനസ്സിലായോ? താഴത്തെ വാക്കും കൂടെ വായിച്ചിട്ട് പെട്ടെന്ന് വായിക്കും. വായിച്ചേ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഒരു കുഞ്ഞാട് എങ്ങനെ നിൽക്കുന്നു? അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുമുണ്ട്. അടുത്ത് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ അവൻ നടന്നു വന്നു. മണവാളനുണ്ടല്ലോ, നടന്നു വന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അടുത്ത വരി. വാങ്ങിയപ്പോൾ 4 ജീവികളും അങ്ങനെ 4 ജീവികളും 24 മൂപ്പന്മാരും. ഇങ്ങനെയുള്ള സുന്ദരൻ ആരാ ഉള്ളേ? ഇങ്ങനെയുള്ള ഒരു യോഗ്യൻ ആരാ ഉള്ളേ? 4 ജീവികൾക്ക് നിൽക്കാൻ പറ്റിയില്ല യേശുവിനെ കണ്ടപ്പോൾ. നമ്മുടെ മണവാളൻ ആരാന്നോ നോക്ക്. 4 ജീവികൾക്ക് നിൽക്കാൻ പറ്റിയില്ല. 24 മൂപ്പന്മാർക്ക്, 4 ജീവികളും 24 മൂപ്പന്മാരും. അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അവരെന്ത് ചെയ്യുന്നു നോക്കിയേ? 4 ജീവികളും പൈസ എടുത്ത് വരി. 24 മൂപ്പന്മാരും. എല്ലാരും വേദപുസ്തകം തുറന്നോ? 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന മണവാളനാണിത്. നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന മണവാളനായത്. എഴുന്നേറ്റ് അവിടെ നിന്നപ്പോ 4 ജീവികളും 24 മൂപ്പന്മാരും ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. വായിച്ചെടുത്ത വരി. ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അടുത്ത് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ആ യോഗ്യതയുള്ള ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് എത്ര യോഗ്യത വേണം നോക്കിയേ. എവിടെയെങ്കിലും ചപ്പിനും ചവറിനും എന്റെ അപ്പന്റെ മണവാട്ടിൽ നിൽക്കാൻ പറ്റോ? ഇല്ല. ക്രിസ്തുവിന്റെ ഈ ഇത്രയും വിലയുള്ള, ഇത്രയും വലിപ്പമുള്ള, ഇത്രയും ഊനമില്ലാത്ത സകല സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും ഇതുപോലെ ഒരുവനില്ല. അങ്ങനെ ഊനമില്ലാത്ത ഒരുവന്റെ മണവാട്ടി എങ്ങനെ ഇരിക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ മണവാള വരുമ്പോൾ കയറി പോകൂ? ആര് മാത്രമേ പോകൂ? ഊനമില്ലാത്ത ക്രിസ്തുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് വളർച്ചയിൽ പ്രായം തികഞ്ഞ മണവാട്ടികൾ മാത്രമേ. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? ആർക്കൊക്കെ പിടികിട്ടി? അവർക്ക് മാത്രം എവിടെ പോകാൻ പറ്റൂ? അപ്പോൾ പോകാൻ പറ്റൂ. അല്ലാതെ രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നവരെല്ലാം എപ്പോഴേ പോകൂ? വീണ്ടും 1007 കുറഞ്ഞ വർഷം കഴിഞ്ഞിട്ട്
കർത്താവ് വീണ്ടും സിംഹാസനത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ജസ്റ്റ് രക്ഷിക്കപ്പെട്ടവരും ഞായറാഴ്ച ഒന്നും മുടക്കാതെ പള്ളി വന്ന് രക്ഷിക്കപ്പെട്ട് കർത്തൃമേശയെ കറക്റ്റായി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കർത്തൃമേശയൊക്കെ നമ്മൾ പലപ്പോഴും എന്നറിയാമോ, കർത്തൃമേശയൊക്കെ തള്ളിക്കളയും. ചോദിച്ചാൽ പറയും അത് ഞാൻ ചോദിക്കത്തില്ല, ഞാൻ പറഞ്ഞുതരാം. അവർ പറയുന്ന റിപ്ലൈ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കാറില്ല, എന്താ എടുക്കാത്തതെന്ന് ചോദിക്കാറില്ല അധികം. ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലർ പറയും ഞാൻ എടുക്കാനുള്ള വിശുദ്ധിയൊന്നും എനിക്ക് ഇല്ല, എനിക്ക് ആ കർത്തൃമേശ എടുക്കാനുള്ള വിശുദ്ധി ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ മാസവും കർത്തൃമേശ വന്നപ്പോൾ ഇങ്ങനെ ഒന്നേ ഞാൻ പുറത്തു പോയി, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ കർത്തൃമേശ വന്നാലും ശരി, സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും ശരി, എൻ്റെ പാവത്തെ വിടാനോ മുട്ടുമടക്കാനോ എനിക്ക് മനസ്സില്ല. നിന്റെ കർത്തൃമേശ വേണ്ട. ഉണ്ടോ? കീഴ്പ്പെടാൻ മനസ്സില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. കർത്തൃമേശ കൈ എടുക്കാത്തെന്താ? നിങ്ങൾ പറ. കീഴ്പ്പെടാൻ മനസ്സില്ല. കീഴ്പ്പെടാൻ മനസ്സുണ്ടെങ്കിൽ പാവം ആര് ക്ഷമിക്കും? കർത്താവേ, ഞാൻ പാവിയാണപ്പാ, കർത്തൃമേശ എടുക്കാനുള്ള യോഗ്യത എനിക്കില്ല. യേശു എന്നെ ഒന്ന് തൊടണേപ്പാ, രക്തം കൊണ്ട് കഴുകണേപ്പാ, എനിക്ക് അങ്ങേക്കായി ജീവിക്കണം എന്ന് പറഞ്ഞ് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ഇരുന്ന പാവം ആര് ക്ഷമിക്കും? പിന്നെ കുറവുകൾ നമ്മൾ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചിലരോട് പറയും, ചിലരോട് പറഞ്ഞാൽ, ഉദാഹരണം കേട്ടോ, ചിലരോട് പറഞ്ഞാൽ എന്താ കർത്തൃ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ഓർമ്മയില്ല, ഇനി നിങ്ങളോട് ആരോടും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചോദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷെ പലതും ഞാൻ മറക്കുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. ചോദിച്ചെന്ന് വെച്ചോ, അവർ പറയും ഞാൻ ശരിയാവൂല സിസ്റ്ററെ. എന്താ കാര്യം? അത് ഇന്നതാണ് കാര്യം. ഇപ്പോൾ കർത്താവിൻ്റെ സന്ധി മുട്ടുമടക്കി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവഭാഗത്തിരുന്ന് കർത്താവിൻ്റെ രക്തത്താൽ കഴികൾ പ്രാപിച്ചാൽ മടങ്ങി വരാം. അപ്പോൾ അടുത്ത അവർ പറയും അത് ഇന്ന ആളിനെ ഞാൻ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു അവർ പിണങ്ങിയിരിക്കുക. അപ്പം ഞാൻ പറയും എന്നാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, പതുക്കെ ഒന്ന് പോയിട്ട് ഇന്ന് ക്ഷമ പറ. ഞാനോ ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ ഉണ്ടോ? കാരണം എന്താ? എൻ്റെ കർത്തൃമേശയും വേണ്ട, നിന്റെ ഉപവാസം വേണ്ട, എനിക്ക് മുട്ടുമടക്കാനും കർത്തൃമേശ തള്ളിക്കളയുമ്പോൾ ചിന്തിച്ചോ, മറക്കരുത്, ചിന്തിച്ചോ. എനിക്കൊരു സാക്ഷ്യം പറയാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് വീഴുമെന്ന് പറയുന്നില്ല. ചിന്തിച്ചോ, കർത്തൃമേശ നിന്റെ മുമ്പിൽ വരുമ്പോൾ നിനക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. മുട്ടുമടക്കി യേശുവിനോട് ക്ഷമ ചോദിക്കാൻ, നിരപ്പ് പ്രാപിച്ച് കർത്താവിനോട് നിരന്ന് ജീവിക്കാൻ സ്നാനപ്പെട്ടിട്ടും ഇന്നും നീ അകന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എനിക്കിനിയും കുറേ പാപം ചെയ്ത് ജീവിക്കാനുണ്ട്, എനിക്കിനിയും കുറേ ഓടാനുണ്ട് പാപം ചെയ്ത്, എനിക്ക് തോന്നിയ ദിവസം പോലെ കുറേ ചെയ്യാനുണ്ട്. യേശുവിനോട് മാറിയിരിക്കാൻ പറ. എനിക്ക് മുട്ടുമടക്കം വേറെ ആരോടെങ്കിലും പറയാം, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനെന്ന എൻ്റെ അഹങ്കാരം പൊളിയാത്തടത്തോളം കാലം കർത്തൃമേശയുടെ മുമ്പിൽ മുട്ടുമടക്കാനോ പാപത്തെ ഏറ്റവും നല്ലതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അറിയാമോ? കർത്തൃമേശ എടുത്തിട്ട് നല്ലതാണെന്ന് കർത്തൻ്റെ അർത്ഥം ചെല്ലുമ്പോൾ ഞാൻ എടുക്കാത്തതിൻ്റെ കാര്യം എന്തെന്ന് അവിടെ വെച്ച് മനസ്സിലാവും. അപ്പോൾ അത്ര വിലയുള്ളതാണ് ഏത്? കർത്തൃമേശ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോട്ടെ വെളിപ്പാടിലേക്ക്. ഹല്ലേലൂയ. നമ്മുടെ മണവാളൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഇവനെ പോലെ ആരെയും കാണായികയാൽ യോഹന്നാൻ കരഞ്ഞപ്പോൾ ഇതാ എന്താ സംഭവിച്ചത്? ഒരുവൻ വന്ന് പറഞ്ഞു, പുസ്തകം തുറപ്പാൻ യോഗ്യതയുള്ള ഒരുവൻ ഇതാ ഉണ്ട്. ആമേൻ. ആ കുഞ്ഞാടാകുന്ന യേശു പുസ്തകം വാങ്ങുവാൻ അടുത്ത് ചെന്നപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും വീണകളും കിന്നരങ്ങളും പിടിച്ചുകൊണ്ട് വായിച്ചേ. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പുൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ആരുടെ മുമ്പാകെ വീണു? കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അടുത്തവര് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും. പുസ്തകം വാങ്ങുവാനും. ഓ, എന്റെ മണവാളനാരാ? പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും. നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. രക്തം കൊണ്ട് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. തുറക്കാൻ യോഗ്യതയുള്ള ഒരാളെ ഉള്ളൂ. ആ യോഗ്യനാണ് എൻ്റെ മണവാളൻ. ആ മണവാളനാകുന്ന യേശു ക്രിസ്തു. ആമേൻ. ഊനമില്ലാത്തവൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഇതുപോലെ യോഗ്യതയുള്ള ആരുമില്ല. ആ യോഗ്യനൊത്ത മണവാട്ടി ആര്? ജീസസ്.
കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആമേൻ അതിനകത്ത് എഴുതി പറഞ്ഞു, മക്കളെ ഞാൻ എൻ്റെ രൂപവും സാദൃശ്യവും നിനക്ക് തന്നു, പിന്നെ എൻ്റെ തേജസ് തന്നു, എൻ്റെ ജീവൻ തന്നു, എനിക്ക് നിന്നോടുകൂടെ പാർക്കണം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു, കർത്താവിന് അവരോടുകൂടെ പാർക്കാൻ പറ്റാതായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതേ നഷ്ടപ്പെട്ട ആ പാർക്കാൻ നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ യാദവും ഹൗവയും പാപം ചെയ്ത സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ ഒരു മോഹം എന്തിനു വേണ്ടി അറിയാമോ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. ഇനി യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നു ഞാൻ കണ്ടു. അടുത്ത സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ ആരൊക്കെ അവിടെ പോകും? ദൈവത്തിന്റെ കൂടാരം. അടുത്ത വരി. അവൻ അവരോട് കൂടെ വസിക്കും. ഇതാണ് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം. കർത്താവിന് ആരും കൂടെ വസിക്കണം? നമ്മളെ കൂടെ വസിക്കണം. അങ്ങനെയെങ്കിൽ ആ കർത്താവ് ആര്? അവൻ്റെ യോഗ്യത എന്ത്? അത്രമാത്രം യോഗ്യതയുള്ള ഒരാളിനോട് കൂടെ വസിക്കണമെങ്കിൽ മണവാട്ടിയുടെ യോഗ്യത എന്ത്? അടുത്ത വാക്യം വായിച്ചേ. അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. അടുത്ത വരി. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അടുത്ത അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും. അപ്പൻ്റെ ആഗ്രഹം കണ്ടോ? അവിടെ എത്തിക്കണം. മരണമില്ലാത്തടുത്ത് അപ്പനെപ്പോഴും വസിക്കുന്നിടത്ത് പോകണമെങ്കിൽ അവൾ മണവാട്ടി ആയിരിക്കണം. മണവാട്ടി ഊനമില്ലാതായിരിക്കണം. ഒരു സ്തോത്രം നോക്കിക്കേ. കല്യാണം വന്നാൽ കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കത്തില്ലേ? നമ്മുടെ ചർച്ചിൽ ഒരാളിനൊരു കല്യാണം വന്നെന്നിരിക്കട്ടെ, എല്ലാവരും ക്ഷണിക്കൂലേ? കല്യാണത്തിന് എല്ലാവരും പോകൂലേ? ഞാൻ പോവും. പക്ഷേ ആ മണവാളനോടൊപ്പം ആര് മാത്രമേ പോകൂ? അപ്പൊ കല്യാണം വീട്ടിൽ പോയാൽ മാത്രം പോരാ, കല്യാണ ഭക്ഷണം കഴിച്ചാലും പോരാ. ഗ്രേഡ് മനസ്സിലായോ? കല്യാണശാലയിൽ ചെന്ന് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ തിരിച്ചു പോരാ എന്ന് പറഞ്ഞ് മണവാട്ടിയാവൂല. കണ്ടോ? ബൈബിളിലുണ്ട് കല്യാണ സത്യക്ക് ക്ഷണിച്ചു, പക്ഷേ സ്വർഗത്തിൽ പോകൂലെന്നല്ല, സത്യക്ക് പോകാം. സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരറ്റത്ത് പോകാം. പക്ഷെ ഇത് മണവാട്ടി വേറെ, കല്യാണത്തിന് ക്ഷണിച്ചവർ. മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ? കല്യാണത്തിന് ക്ഷണിച്ചവർ ജസ്റ്റ് രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, സ്നാനപ്പെടും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പള്ളിയിൽ ഞായറാഴ്ച മുടങ്ങാതെ വന്ന് ദശാംശമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോകും. അങ്ങനെ ഒരു പ്രത്യേക ഇതിൽ പോകും. പക്ഷെ മണവാട്ടി അതല്ല. എന്ത് ചെയ്യും? തന്നെത്താൻ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. അതാണ് മണവാട്ടിയുടെ വ്യത്യാസം. മനസ്സിലായോ? കേൾക്കുന്ന വചനം മാത്രമല്ല, വായിക്കുന്ന വചനം മാത്രമല്ല, ഓരോ സെക്കൻഡും മണവാട്ടി തന്നെ അലങ്കരിച്ച് കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ഒരുങ്ങി ഇനി എവിടെ ഒരുക്കണം? ഇനി എവിടെയാണ് അപ്പ എൻ്റെ ജീവിതത്തിൽ കുറവ്? ഇനി എവിടെയാണ് അപ്പ എൻ്റെ ജീവിതത്തിൽ തെറ്റ്? ഇനി എവിടെയാണ് ഞാൻ ശരിയാകേണ്ടത്? ഇനി എവിടെയാണ് ഞാൻ മടങ്ങി വരേണ്ടത് എന്ന് ഓർത്ത് മടങ്ങി വരാൻ വേണ്ടി അവൾ ആഗ്രഹിക്കും. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26, 27 വാക്യം വായിക്കുമ്പോൾ, എഫേസ്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 26, 27 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ 26 അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. എന്നെ കേൾക്കുന്ന പൈതൽ നോക്കിക്കേ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ, അപ്പൻ്റെ അടുക്കൽ നിൽക്കുന്നോ? ശ്രദ്ധിച്ചു കേട്ടോ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. എങ്ങനെ? വിശുദ്ധീകരിക്കേണ്ടതിന് വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. എങ്ങനെ വിശുദ്ധീകരിക്കണം? കറ പാടില്ല, ചുളുക്കം പാടില്ല. ആർക്ക്? മണവാട്ടിക്ക് കറ പാടില്ല, ചുളുക്കം പാടില്ല. ഇത് യേശുവിൽ കറയില്ല, ചുളുക്കമില്ല. എൻ്റെ അപ്പനിൽ കറയില്ലാത്തതുകൊണ്ട്, ചുളുക്കമില്ലാത്തതുകൊണ്ട് അപ്പൻ്റെ ഇഷ്ടം. എൻ്റെ കൂടെ നടക്കാൻ വിളിക്കപ്പെട്ട എൻ്റെ മണവാട്ടിക്കും കറ പാടില്ല, ചുളുക്കം പാടില്ല, പാവം പാടില്ല, അശുദ്ധി പാടില്ല. എൻ്റെ പിള്ളയായി എൻ്റെ കൂടെ ഞാൻ പോകുന്നിടത്ത് എല്ലാം നടക്കണം.
മനസ്സിലായോ? ഹല്ലേലൂയ. മണവാട്ടി വേറെ, ഹല്ലേലൂയ. മണവാട്ടി വേറെ. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. നോക്ക്, ശ്രദ്ധിച്ച് 26. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ നിർമ്മല, കണ്ടോ, നിഷ്കളങ്കയുമായി. കണ്ടോ, ഒരാളെ ഉള്ളു ശുദ്ധൻ, യേശു ക്രിസ്തു. അതുകൊണ്ട് എന്നെ ശുദ്ധനാക്കുവാൻ ഒരാളെ ഉള്ളു നിഷ്കളങ്കൻ. കളങ്കമില്ലാത്ത ഒരാളെ ഉള്ളൂ, ഊനമില്ലാത്ത ഒരാളെ ഉള്ളൂ, കറയില്ലാത്ത ഒരാളെ ഉള്ളൂ, ചുളുക്കമില്ലാത്ത ഒരാളെ ഉള്ളൂ, ഒറ്റ മണവാണെന്ന് ഒരാളെ ഉള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഒരാളെ ഉള്ളൂ. ആ ആളിനെ പോലെ എന്നെ ആക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹം. വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും എന്നെ അപ്പന്റെ അടുക്കൽ നിർത്തേണ്ടതിന് എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ട്, ഞാൻ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും നടക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു നോക്കി അടുത്ത് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി ആരെ ഏൽപ്പിച്ചു? യേശു അങ്ങ് മരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശാലിനി അതുപോലെ ആക്കി തന്നാൽ മതി. നിങ്ങളെ ഓരോരുത്തരെ അതുപോലെ ആക്കാനാണ് ആര് മരിച്ചേ? എന്നെയും നിങ്ങളെ ഒരുപോലെ ആക്കാനാണ് ആര് മരിച്ചേ? നിങ്ങൾക്ക് വെളിപ്പെട്ടില്ല, നമ്മളെ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടൊന്നും കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ ദൈവമേ. ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ യേശുവേ. കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ യേശുവേ. ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ ദൈവമേ. ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ യേശുവേ. ഇതുവരെ എത്തുവാ, നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ആഴമായി പുരോഗമനം വായിച്ചേ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കറയും ചുളുക്കമില്ലാതെ ആക്കാൻ യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വാഗ്ദത്തം പ്രാപിച്ചോളൂ. യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വെളിപ്പാട് 19:7 വായിക്കുമ്പോൾ വായിച്ചേ, 19:7 വായിച്ചേ, 7 മുതൽ അങ്ങോട്ട് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 മുതൽ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അടുത്ത് അവണ്ടോ, ആരും ചെന്ന് ഒരുക്കിയതല്ല, പിന്നെ കാന്ത തന്നെത്താൻ ഒരുക്കും. കാന്ത ആരാധന വിടത്തില്ല, പ്രാർത്ഥന വിടത്തില്ല. വായിര വചനം പറയണ്ട, കാന്ത വായിക്കും. പ്രാർത്ഥിയില് തള്ളണ്ട, താനെ കാന്ത എന്ത് ചെയ്യും? നിനക്ക് ഇന്ന പറയണ്ട, കാന്ത തന്നെത്താൻ കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് പറയും, കർത്താവ് ഇനി എന്താണ് എൻ്റെ ജീവിതത്തിനകത്ത് മാറേണ്ടത്? എവിടെ മാറും? എവിടെയാണ് കുറവപ്പ? എനിക്കൊന്ന് കാണിച്ചു തരണേ അപ്പ എന്ന് പറഞ്ഞ് തന്നെത്താൻ എന്ത് ചെയ്യും? ഒരുക്കും. എങ്ങനെ ഒരുക്കും? ക്രിസ്തുവിനാൽ നിറയും, വചനത്താൽ ഒരുങ്ങും. അടുത്ത വരി. അവൾ
അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾ ധരിച്ചിരിക്കുക, അതിനുള്ള കൃപ കിട്ടി. കൃപ കിട്ടി കേട്ടോ, കൃപ കിട്ടി, അവൾ ധരിച്ചിരിക്കുക. അടുത്തവര് ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. 2 കൊരിന്ത്യർക്ക് ലേഖനം 11 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 2 കൊരിന്ത്യർ 11:2, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെയും പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. അപ്പോസ്തലൻ എഴുതുകയാണ് 3 വാക്യം, എന്നാൽ ഏത് പുരുഷന്റെയും തല 2 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ തെറ്റിപ്പോയി, 1 കൊരിന്ത്യർ വായിച്ച 2 കൊരിന്ത്യർക്ക് ലേഖനം 11 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ കണ്ടോ, വായിച്ചേ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്ങനെ ഏൽപ്പിക്കാൻ? നിർമ്മല കന്യക. എങ്ങനെ ഏൽപ്പിക്കണം? ഒരു പാപമില്ലാത്ത, മനസ്സിലായോ? നിർമ്മല കന്യക. ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ? ദൈവത്തിനെ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ്, മക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെതല്ല, ക്രിസ്തുവിൻ്റെതാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ്, നിശ്ചയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, വായിച്ചേ. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. കണ്ടോ, മണവാട്ടിയുടെ ലക്ഷണം തോന്നാൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത കാണും. ഇപ്പൊ നമ്മുടെ ഏകാഗ്രത എന്തോന്നൊന്ന് ചിന്തിച്ചാൽ മതി. മണവാട്ടിയാണെന്ന് ഓടാ അറിയാം. കണ്ടോ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു, ഭാരപ്പെടുന്നു. എന്താ കാര്യം? അടുത്ത വാക്യം കൂടെ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ മതി. പലതും കേൾക്കുമ്പോ നമ്മൾ വീണു പോകരുത്. നമ്മളെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ, അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, ഗലാത്യർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു നിങ്ങൾ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും ചിന്തിക്കുന്ന ഒരു വരിയാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ ഒന്ന് വെളിപ്പെട്ടെങ്കിൽ. ഇതിനകത്ത് നമ്മൾ പലരെയും കുറിച്ചും ഇപ്പം എനിക്ക് മുഴുവൻ വെളിപ്പെടുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ വെളിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളി വന്നിരുന്നിട്ട് 2 കൈയടിച്ച് 2 പാട്ടും പാടിയിട്ട് തിരിച്ചു പോകും. ക്രിസ്തുവിനെ വെളിപ്പെടണം, ക്രിസ്തു ഉരുവാകണം. അല്ലെങ്കിൽ വചനം കേട്ടു കൈയടിച്ചു, കൊള്ളായിരുന്നു, ചിലപ്പോൾ മാർക്കിടും, ഇട്ടിട്ടങ്ങ് പോകും. ചിലപ്പോൾ ഇന്ന് ഉറങ്ങിപ്പോയി, മാർക്കിടും, ഇട്ടിട്ട് പോകും. ചിലർ പറയും ഇന്നത്തെ വചനം അത്ര പോരാ. എത്ര മാർക്ക് കൊടുക്കാം? ഒരു 40 മാർക്ക് കൊടുക്കാം. കാരണം ഇന്ന് കൈയടിക്കായിരുന്നു ഒരുപാട് ഇല്ലായിരുന്നു, ഇത്തിരി കടും കൈയായിരുന്ന വചനമായിരുന്നു എന്ന് പറയൂലേ. എന്തുകൊണ്ടത് പറയുന്നത്? കർത്താവ് അകത്ത് ഒരു ഭാഗത്തുണ്ടാകും. കണ്ടോ, വായിച്ചേ. ഗലാത്യർ 4-ാം അധ്യായം മിക്കവാറും ഞാൻ ചിന്തിക്കുന്നൊരു വരിയാണ്. എത്ര വിളിച്ചിട്ടും നമ്മൾ രക്ഷപ്പെടാത്ത കാരണം എന്തെന്നറിയാമോ? കർത്താവ് ഉരുവായിട്ടില്ല. ഉരുവായിട്ടുണ്ടെങ്കിൽ അത് വളരും. വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. കാരണം എന്താ? ക്രിസ്തു ഉരുവായിട്ടില്ല. ഈ വചനമൊന്നും അകത്തിറങ്ങുന്നില്ല. ക്രിസ്തു യേശു നിറയുന്നില്ല. പാവത്തെ ജയിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിനകത്ത് കുറവ് വരുമ്പോൾ മുട്ടുമടക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ മുട്ടുമടക്കി കർത്തമേശ സ്വീകരിക്കാനോ ദൈവഭാഗത്തോടെ മുന്നോട്ട് പോകാനോ ഓരോ സെക്കൻഡ് ആത്മാവിൽ നിറഞ്ഞ് വീണ്ടും ആദ്യ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ ദൈവഭാഗത്തിരുന്ന് ദാഹിക്കുകയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് വിഷമമുണ്ട്. കാരണം നിങ്ങളിൽ ക്രിസ്തു യേശു ഉരുവാകുന്നില്ല. ഒന്നുകൂടെ വായിച്ചാൽ വരി അകത്തിറങ്ങട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദന
വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കലിരുന്ന് ഇന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. മതി. 1 പത്രോസ് 1 അധ്യായം വായിക്കുമ്പോ അതിന്റെ 23 വാക്യം വായിക്കുമ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 1 പത്രോസ് 1:23, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനനം എങ്ങനെയാണ്? ദൈവവചനത്താൽ. ആ വചനം നമ്മുടെ അകത്തിറങ്ങണം. കെടാത്ത ബീജം അകത്തിറങ്ങണം. അകത്തിറങ്ങി ക്രിസ്തു യേശു നമ്മൾ നിറയണം. ഓരോ സെക്കൻഡും ആ കെടാത്ത ബീജത്താൽ നിറഞ്ഞ് 1 യോഹന്നാൻ 3 അധ്യായം അതിന്റെ 9 വാക്യം വായിക്കുമ്പോൾ വേറെ പുസ്തകം പറയുന്നു, 1 യോഹന്നാൻ 3 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ശ്രദ്ധിച്ച്, ഈ വചനം ആർക്ക് അംഗീകരിക്കാൻ പറ്റും? ഈ എഴുതിയിരിക്കുന്ന വചനം ശരിയോ തെറ്റോ? വചനമാണോ ശരി, നമ്മളാണോ ശരി? അപ്പൊ വചനം വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ? ഒന്നുകൂടെ വായിച്ചേ, എല്ലാരും ശ്രദ്ധിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത്, ആരുടെ വിത്ത്? യേശുവിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. മനസ്സിലായി? വിത്ത് ഉള്ളതുകൊണ്ട് എന്ത് നടക്കൂലെന്ന്. എത്ര പേരുടെ അകത്ത് വിത്തുണ്ട് സഹോദരങ്ങൾ? നോക്കിയേ, ഈ വചനം ഒന്നേ ഈ വചനം ശരിയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ശരിയായിരിക്കും. ഇതിലേതാ ശരി? വചനമാണോ ശരി, നമ്മളാണോ ശരി? അപ്പോൾ നമ്മളുടെ അകത്ത് വിത്ത് വരാത്തവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആരെങ്കിലും അംഗീകരിക്കാൻ മനസ്സുണ്ടോ? വിത്തില്ലാത്തവർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. വിത്തില്ല, കൊത്തു മാത്രമേ ഉള്ളൂ. വരുന്നു, കൈയടിക്കുന്നു, ഗ്ലോറി പ്രൈസിലോടൊക്കെ പറയുന്നു, പോകുന്നു. സംഭവം ഉണ്ടെങ്കിലല്ലേ അത് പാപം ചെയ്യാതെ ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് വളരാൻ പറ്റൂ. ഇത് വരുന്നതിനേക്കാളും ഇരട്ടി താഴോട്ടാണ് പോകുന്നത്. കാരണം എന്താ? സംഭവം ഇല്ല. 2 കയ്യടി മാത്രം പുറത്തൂടെ ഉള്ള അടിയേ ഉള്ളൂ. ജീവിതത്തിനകത്തൊന്നും ഇല്ല. ഒന്നുകൂടെ വായിച്ചേ, 1 യോഹന്നാൻ. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. യോബിന്റെ പുസ്തകം 1 അധ്യായം അതിന്റെ 7 വാക്യം വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം 1 അധ്യായം അതിന്റെ 7 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിനെ സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും. കണ്ടോ, ദൈവസാക്ഷി പറഞ്ഞോ? ഊനമില്ലാത്തൊരു കുഞ്ഞായി നമ്മൾ എന്ത് ചെയ്യണം? മാറണം. വീണ്ടും വായിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 16 അധ്യായം അതിന്റെ 9 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 2 ദിനവൃത്താന്തം അതിന്റെ 16 അധ്യായം 9 വാക്യം വായിച്ചേ. 2 ദിനവൃത്താന്തം അതിന്റെ 16ന്റെ 9. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പന്റെ കണ്ണ് എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പനെ കാണാൻ പറ്റും. എൻ്റെ മണവാട്ടി എന്ത് ചെയ്യുന്നു, എൻ്റെ മണവാട്ടി എങ്ങനെയൊക്കെ ആയിരിക്കുന്നു, തന്നെത്താൻ എങ്ങനെ അലങ്കരിക്കുന്നു, തന്നെത്താൻ എങ്ങനെ ഒരുങ്ങുന്നു, തന്നെത്താൻ എങ്ങനെ ഇരിക്കുന്നു. ശത്രുവിന് തൊടാൻ അനുവാദം ദൈവം കൊടുക്കത്തില്ല. കാരണം അവന്റെ കണ്ണ് എല്ലായിടത്തും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ദിനവൃത്താന്ത പുസ്തകം ഒന്നുകൂടെ വായിച്ചേ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വായിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുമ്പോൾ 3 അധ്യായം അതിന്റെ 20 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സ്വതന്ത്ര അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ഒരു മണവാട്ടിയുടെ ചിന്ത എപ്പോഴും ഈ ഭൂമിയിലുള്ളതല്ല, പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പോടെ തന്നെത്താൻ അലങ്കരിച്ച്
തന്നെത്താൻ കാത്ത് സ്വത്രം ക്രിസ്തുവിനോട് കൂടി എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ആ മണവാട്ടി എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിന്റെ അടുക്കൽ വരും. ആ കല്ലിനോട് ചേർത്ത് പണിയപ്പെടും. അതിന്റെ മുനമ്പുകളും അതിന്റെ മുക്കുകളും ഒട്ടപ്പെടും. കുറവുകൾ പൊട്ടിക്കപ്പെടും. ഓരോ സെക്കൻഡും എന്ത് ചെയ്യുന്നറിയാമോ? ആ മണവാട്ടി തന്നെ അലങ്കരിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തു എന്നിൽ തിളങ്ങുവാൻ, ക്രിസ്തുവിന് എൻ്റെ ജീവിതം ഇഷ്ടമാകുവാൻ, എൻ്റെ സംസാരം ഇഷ്ടമാകുവാൻ, എൻ്റെ പ്രാർത്ഥന പ്രസാദിക്കുവാൻ, എൻ്റെ ജീവിതം പ്രസാദിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് എഫേസ്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിച്ചേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ആരാണ് മൂലക്കല്ല്? മൂലക്കല്ലാരാ? സ്വർഗത്തിനും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഇങ്ങനെ ഒരാളില്ല. അതാ മൂലക്കല്ല്. യോഗ്യൻ വേറെ ആരുമില്ല. ആ യോഗ്യനാണ് മൂലക്കല്ല്. ആ മൂലക്കല്ലിന്റെ അടുത്ത കല്ല് ആരാ വയ്ക്കുന്നു? വായിച്ചേ. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവരിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കണ്ടോ ആരുടെ കല്ലിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു? നമ്മളെ പൊട്ടിച്ച്, കുറവുകളെ പൊടിച്ച് തരിയാക്കി ക്രിസ്തു എങ്ങനെയാണോ അതുപോലെ ആക്കാൻ നമ്മളെ കൂടെ പൊളിച്ച് ആ കല്ലിനോട് ചേർത്ത് എന്ത് ചെയ്യുന്നു? പണിയുന്നു. പാവത്തെ വിട്ടു തിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേർത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? യെശയ്യാ 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചേ. ശോധന ചെയ്ത കല്ല്. വായിച്ചേ 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കും. മതി. ഹല്ലേലൂയ. ശോധന ചെയ്ത കല്ല്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസ്ഥനിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. കണ്ടോ, ഒരു മണവാട്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. പണി സ്ഥലത്താണ് മണവാട്ടി. ഓരോ സെക്കൻഡും മണവാട്ടി ക്രിസ്തുവിൻ്റെതാക്കി മാറ്റാൻ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതല് ഒരു കല്യാണ സത്യക്ക് പോകാൻ അല്ല, നമ്മൾ അങ്ങനെയാണോ പോകാൻ ഇരിക്കുന്നത്? അതോ മണവാട്ടിയായിട്ട് പോകാനാണ് ഇരിക്കുന്നത്? ഒരു കല്യാണ വീട്ടിൽ ഏറ്റവും വിശേഷപ്പെട്ട ആരാ? ചോറ് വിളമ്പുന്ന ചേട്ടനാണോ വിശേഷപ്പെട്ടത്? പാവപ്പെട്ട അമ്മയാണ് സ്വത്രം ആ വിവാഹത്തിന് വേണ്ടി എല്ലാവരും വിളിച്ചതും നിങ്ങളെല്ലാവരും കണ്ടത് അവരാണോ വിശേഷപ്പെട്ടത്? പിന്നെ ആ കല്യാണം വീട്ടിൽ വിശേഷപ്പെട്ടായിരുന്നവരാ? മണവാളനും ബാക്കി എല്ലാവരും കല്യാണത്തിനുണ്ട്. ബന്ധുക്കളും ചാർച്ചക്കാരും കൂട്ടുകാരും അയൽക്കാരുവാ. അതിൽ പ്രധാനപ്പെട്ട ആരാ? അപ്പം നമ്മൾ ആരെ കൂടെ ചെന്നിരിക്കണം? പറ. ക്രിസ്തുവാകുന്ന മണവാളിൻ്റെ അടുത്തിരിക്കണോ അതോ അവിടെ ഇല വറക്കുന്നിടത്തിരിക്കുന്നു? നിങ്ങൾ പറ. ഞാൻ പ്രാർത്ഥിക്കാൻ നിർത്താൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളെവിടെ നിൽക്കണം? വിളമ്പ് നടത്തി നിൽക്കുന്നോ? തുടച്ച് ഉറക്കുന്നിടത്ത് നിൽക്കണോ? അതോ ആ പാത്രമൊക്കെ കഴുകിയിടുന്നിടത്ത് നിൽക്കണോ? എല്ലാം കൊടുക്ക്. അവർക്ക് ശരിയായില്ലേ? ഷാനും കൂടെ കൊടുക്കുന്നു പറയുന്നിടത്ത് നിൽക്കണോ? അതോ വരുന്നവരെല്ലാം നോക്കുന്ന മണവാളന്റെ ഒത്ത മണവാട്ടിയായി വരുന്നവരെല്ലാം നോക്കുന്നുണ്ട്. അതാ പയ്യൻ. പെണ്ണ് നിങ്ങൾ കല്യാണം വീട്ടിൽ പോകുമ്പോൾ അത്ര പോരാ കേട്ടോ. പെണ്ണ് ആ പയ്യന് യോജിക്കുന്നില്ല. നിങ്ങൾ പറയാറുണ്ടോ? ഞാനല്ല, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ പോകുമ്പോൾ നോക്കുന്ന എന്താണ്? ആ പെണ്ണ് നല്ല സുന്ദരി, ആ പയ്യൻ അത്ര പോരാ എന്നാ അർത്ഥം എന്താ? വീഞ്ഞ് പോരായികയാൽ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് പോരായികയാൽ അത് അത്ര ശരിയായില്ല എന്നാ എൻ്റെ അർത്ഥം. നമ്മൾ നോക്കൂലേ കല്യാണം വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കൂലേ ആ പയ്യൻ എങ്ങനെ, ആ പെണ്ണെങ്ങനെ നോക്കത്തില്ലേ? കൊള്ളാം, നല്ല ചേർച്ച, പൊക്കം നോക്കിക്കേ. എന്നും ചിലർ പറയത്തില്ലേ, ഒന്നും പറയാ എന്താ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലുള്ള എല്ലാ മണവാളന്മാരെക്കാൾ സ്വർഗത്തിലും ഭൂമിയിലും
സ്തോത്രം. ആര് പോകും? വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 4 വാക്യം അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. സിസ്റ്റർ വാദവസ്ഥ അടുത്ത് വെച്ചിട്ട് എന്താ തുറന്നതെന്ന് ചോദിക്കില്ലേ? തുറക്കാൻ പറഞ്ഞു. നോക്കിയേ, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും പോകാൻ, കുഞ്ഞാടിരിക്കുന്നിടത്തിരിക്കാൻ എത്രക്ക് ആഗ്രഹമുണ്ട്. ഊനമില്ലാത്ത യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ പേര്, പുസ്തകം തുറക്കാൻ യോഗ്യൻ. ഈ ദൈവത്തെ കണ്ടപ്പോ എങ്ങനെ ആരാധിച്ചേ? യെശയ്യാവ് 6 എങ്ങനെ ആരാധിച്ചേ? സാറാഫുകൾക്ക് എത്ര ചിറകുണ്ടായിരുന്നു? 6 ചിറകുണ്ടായിരുന്നു അല്ലേ? എത്ര ചിറകുണ്ടായിരുന്നു? 6 ചിറകുണ്ടായിരുന്നു അല്ലേ? ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയാകുന്ന ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം തിരിക്കുമ്പോൾ സാറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, ഒരുവനോടൊരുവൻ, ദൈവത്തെ നോക്കിയെന്നല്ല, ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ സാറാഫുകൾ എന്താ കണ്ടേ? സാറാഫുകളോട് ആരാധിച്ചപ്പോൾ എന്താ കണ്ടേ? ഒരു സാറാഫ് കണ്ടത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ കണ്ടങ്ങ് ആരാധിച്ചു. സാറാഫിന്റെ കണ്ണിൽ കാണുകയാണ് ഈ ദൈവം ലോകം മുഴുവൻ. ഒരു സാറാഫ് കണ്ട എന്തോന്നാ? ഇതാ സകലത്തെയും ഈ ദൈവം നിയന്ത്രിച്ചോണ്ട് ആരാധിക്കാതിരിക്കുവോ? നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ ആരാധിച്ചോണ്ടിരുന്നപ്പോ കണ്ടത് എന്താ? നമ്മൾ കാണുന്നത് എന്തെന്നാ പറ? സത്യത്തിൽ വചനപ്രകാരം കാണേണ്ടതെന്നാ? നമ്മൾ ആരാധനയ്ക്ക് നമ്മൾ പറയും നമുക്ക് ആരാധിക്കാനൊന്നും എണീക്കില്ലേ? സമയമായി ആരാധിക്കാതെ എണീക്കത്തില്ലേ? എണീക്കുമ്പോൾ നമ്മൾ എന്തോ കാണേണ്ടത്? ഞാൻ കാണേണ്ടത് ക്രൂശ് മരണവും യേശു മരിച്ചത് എനിക്ക് വേണ്ടിയും ആ വിടുതലാണ് ഞാൻ ആരാധനയിൽ പ്രാപിക്കേണ്ടത്. പക്ഷെ സാറാബുകൾ എന്താ കണ്ടേ? സാറാബുകളിൽ ഒരു സാറാബ് ആരാധിക്കാൻ കാരണം എന്തറിയാമോ? ആ സാറാബ് നോക്കിയപ്പോൾ മുഴുവൻ ലോകവും ദൈവം നിറഞ്ഞു നിൽക്കുന്നു. മറ്റൊരു സാറാബ് നോക്കിയപ്പോഴല്ലോ പരിശുദ്ധൻ, യേശു പരിശുദ്ധനായി, ഒരു പാപമില്ലാതെ, ഒരു തെറ്റുമില്ലാതെ, ഒരു കുറവുമില്ലാതെ ഒരുത്തൻ നിൽക്കുന്നു. മുഴുവൻ ലോകം നിറഞ്ഞ് അവൻ പരിശുദ്ധൻ. ഇത് കണ്ടപ്പോ അവർ ആർപ്പിട്ടു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും